ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ, അധ്യായം 29. റെജീനയും ഭർത്താവും കുഞ്ഞും കൂടി വീട്ടിൽ വന്നപ്പോൾ സൽക്കരിക്കാൻ ഒരു നിർവാഹവുമില്ലാതെ എമിലി ഉഴറി. ഞായറാഴ്ചയായിരുന്നു. അന്ന് കടലിൽ പണിയില്ല, കയ്യിൽ 5 പൈസയുമില്ല. റെജീന KCM ഹോസ്പിറ്റലിൽ വെച്ചാണ് പ്രസവിച്ചത്. സിസേറിയനായിരുന്നു. പ്രസവത്തിന് കയറിയപ്പോൾ തൻ്റെ കുഞ്ഞിനെ ആരെങ്കിലും മാറ്റിയെടുക്കുമോ എന്നതായിരുന്നു അവളുടെ ഏറ്റവും വലിയ പേടി. ഭർത്താവിനോടും വീട്ടുകാരോടും അവൾ കൂടെ ഓർമ്മിപ്പിച്ചു. കൊച്ചു മാറിപ്പോകാതെ നോക്കിക്കൊള്ളണേ. ലേബർ റൂമിൽ നിന്ന് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി നേഴ്സ് കൊണ്ടുവരുമ്പം എന്തേലും ഒരടയാളം നോക്കി വെച്ചേക്കണം കേട്ടോ. ഇത് പലതവണയായപ്പോൾ റോസ്ലിൻ തന്നെ ചോദിച്ചു, നിനക്കെന്താടി ഇത്ര പേടി? നീ ഇവിടുത്തെ തന്നെ നേഴ്സല്ലേ? ഇവിടെ അങ്ങനെ കുഞ്ഞുങ്ങളെ തമ്മിൽ മാറിപ്പോകാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല, റെജീന തപ്പിത്തടഞ്ഞു പറഞ്ഞു. പക്ഷേ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് അങ്ങനെയൊരു കാര്യം സംഭവിക്കരുത്. അതാ ഞാൻ പറഞ്ഞേ. നിന്റെ വർത്തമാനം കേട്ടാൽ തോന്നും ഈ ആശുപത്രിയിൽ ഇതൊരു സ്ഥിരം ഏർപ്പാടാണെന്ന്. കുഞ്ഞുങ്ങളെ തമ്മിൽ മാറിപ്പോകല്. ഒരേ സമയത്ത് കുറേ പ്രസവങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലോ. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനൊക്കെ എടുത്തോണ്ട് പോവുകയും തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു നേഴ്സിന് ഇത്തിരി ശ്രദ്ധക്കുറവ് വന്നാൽ പോരെ? ശ്രദ്ധക്കുറവോ? ഈ അമ്മ ഒരു നോട്ടം തെറ്റിപ്പോയാൽ പോരെന്ന് ഉദ്ദേശിച്ചേ. അത്രയ്ക്ക് ഉത്തരവാദിത്തമില്ലാത്തവരാണോ ഇവിടുത്തെ നേഴ്സുമാര്? അമ്മ ഇനി ഈ വിഷയം സംസാരിക്കണ്ട, വേറെ വല്ലതും പറ. റെജീന അനിഷ്ടം പ്രകടമാക്കി. ഓപ്പറേഷൻ കഴിഞ്ഞ് ബോധം വീണ്ടുകിട്ടിയ ഉടനെ റെജീന ആവശ്യപ്പെട്ടത് കുഞ്ഞിനെ കാണണമെന്നായിരുന്നു. കണ്ടപ്പോൾ തന്നെ കണ്ണുകൊണ്ട് ഫോട്ടോ പകർപ്പ് എടുത്ത് മനസ്സിൽ വെച്ചു. പിന്നെ ഓരോ ദിവസവും നേഴ്സ് കുഞ്ഞിനെ കുളിപ്പിക്കാനും ഇളവയിൽ കൊള്ളിക്കാനും കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോഴും നോക്കും തൻ്റേത് തന്നെയാണോ. മനസ്സിലെ ഫോട്ടോ പകർപ്പുമായി ഒത്തുപോകുന്നതുവരെ നോക്കിക്കൊണ്ടിരിക്കും. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയ ശേഷമാണ് റെജീനയ്ക്ക് സമാധാനം കിട്ടിയത്. എമിലി അനീത്തയുടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കണ്ടതാണ്. മാമോദീസ ജോജോയുടെ ഇടവക പള്ളിയിൽ വെച്ചാണ് നടത്തിയത്. മാമോദീസയ്ക്ക് താൻ വരില്ലെന്ന് എമിലി റെജീനയോട് തീർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെജീന അതിൻ്റെ കാരണം തിരക്കി. അപ്പോൾ എമിലി പറഞ്ഞു, ശൗര്യയെ കൂടി ഞാൻ കൊണ്ടുവരും. എന്തെങ്കിലും വിരോധമുണ്ടോ? ഉണ്ട്, അവനെ കൊണ്ടുവരണ്ട. ഇപ്പോഴും നിനക്ക് അവനോടുള്ള ഇഷ്ടക്കേട് മാറിയില്ലേ? അതൊരിക്കലും മാറൂല ചേച്ചി. അവൻ കാരക്കാട്ട് സൈമൺ മുതലാളിയുടെ മകനാ. ചേച്ചിക്ക് അവനെ സ്നേഹിക്കേണ്ട ഒരു കാര്യവുമില്ല. അവൻ എൻ്റെ മോനാണെന്നുള്ളത് നീ എന്നാ മറന്നു പോണത്? അത് മറക്കുന്നത് നല്ലത്. എൻ്റെ ചേച്ചിക്ക് 2 മക്കളെ ഉള്ളെന്നാ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. ഇനി ശൗര്യയെ കൊണ്ടു നടന്ന് കാണിച്ചിട്ട് അത് 3 ആക്കണ്ട. എൻ്റെ മോന് കയറി വരാൻ യോഗ്യതയില്ലാത്ത ഒരിടത്തോട്ടും എന്നെ വിളിക്കണ്ട. ഞാൻ വരണില്ല. നീ പിണങ്ങിയാലും ശരി, ഇല്ലെങ്കിലും ശരി, എമിലി തീർത്തു പറഞ്ഞു. റെജീനയുടെ മോൻ്റെ മാമോദീസയ്ക്ക് എമിലി പോയില്ല. പകരം കുഞ്ഞിനെയും ജാനറ്റിനെയും ഡെന്നിച്ചിനെയും അയച്ചു. എമിലി ചെല്ലാത്തതിൽ റെജീനയ്ക്ക് കുറച്ച് പരിഭവമുണ്ട്. കുഞ്ഞിന് 3 മാസം പ്രായമായി. തൻ്റെ കുഞ്ഞിനെ ചേച്ചി ഒന്ന് കണ്ടോട്ടെ എന്നുകൂടി കരുതിയിട്ടാണ് ഇപ്പോൾ റെജീന വന്നിരിക്കുന്നത്. റെജീനയ്ക്കും ജോജോയ്ക്കും എന്തു കൊടുത്ത് സൽക്കരിക്കും എന്ന് കുഞ്ഞിനയോട് പരിദേവനം പറഞ്ഞു നിൽക്കെ ശൗരിക്കുട്ടി കുറേ ചില്ലറ പൈസകളും ചില്ലറ നോട്ടുകളും കൊണ്ടുചെന്ന് എമിലിയെ ഏൽപ്പിച്ചു. ഇതെവിടുന്ന കാശ്? എമിലി ആശ്ചര്യപ്പെട്ടു. ഞാൻ സൂക്ഷിച്ചു വെച്ചതാ, ശൗരിക്കുട്ടി പറഞ്ഞു. സൂക്ഷിച്ചു വെക്കണമെങ്കിൽ നിന്റെ കൈ പൈസ കിട്ടണ്ടേ ശൗരി? അതെവിടുന്ന് കിട്ടിയെന്നാ ചോദിച്ചത്. ഞാൻ ചൂണ്ടയ്ക്ക് പോയിട്ട് മീൻ പിടിച്ചു വിറ്റതാ, ശൗരിക്കുട്ടി പറഞ്ഞു. തോട്ടിൽ ചൂണ്ടയിടുമ്പോൾ കിട്ടുന്ന വാള, കാരി, കൂരി തുടങ്ങിയ മത്സ്യങ്ങൾ അവൻ ആവശ്യക്കാർക്ക് വിൽക്കും. തോട്ടുവക്കിലൂടെ നടന്ന് കലുങ്കുപടി റോഡിലേക്ക് കയറി മീൻ കോറമ്പലുമായി നിന്നാൽ മതി. വഴിപോക്കർ എന്തെങ്കിലും ഒരു വില കൊടുത്ത് വാങ്ങിക്കൊണ്ടു പോകും. എമിലി ആ പൈസയെല്ലാം എണ്ണി നോക്കി. 160 രൂപയോളം ഉണ്ടായിരുന്നു. അത് ധാരാളം മതി. കോഴിയെ വാങ്ങി കറി വയ്ക്കാനും മറ്റു സാധനങ്ങൾക്കും. നല്ല സ്വാദുള്ള കോഴിക്കറിയാണെന്ന് പറഞ്ഞ് റെജീനയും ഭർത്താവും ഊണ് കഴിക്കുമ്പോൾ എമിലിക്ക് തൻ്റെ അനുജത്തിയോട് പറയണമെന്നുണ്ടായിരുന്നു. നീ വെറുക്കുന്ന എൻ്റെ ശൗരിക്കുട്ടി മീൻ പിടിച്ചു വിറ്റ പൈസയ്ക്ക് വാങ്ങിയതൊക്കെയാണ് നീ സ്വാദോടെ ഉരുട്ടി വിഴുങ്ങുന്നതെന്ന്. പക്ഷേ എമിലി തൻ്റെ രോഷം തന്നിലേക്ക് തന്നെ അടക്കി വെച്ചു. എൻ്റെ ചേച്ചി സൈമൺ മുതലാളിയുടെ ഇളയ മോനെ കണ്ടിട്ടുണ്ടോ? റെജീനയുടെ ചോദ്യം കേട്ട് എമിലി അവളെ തറപ്പിച്ചൊന്നു നോക്കി. സൈമൺ മുതലാളിയുടെ ഇളയ മകനാണ് അവളുടെ മുൻപിലിരുന്ന് ചോറുണ്ണുന്നത്. ആ നോട്ടത്തിൻ്റെ അർത്ഥം റെജീനയ്ക്ക് മനസ്സിലായി. കാരക്കാട്ടെ എൽസമ്മ കൊച്ചമ്മയുടെ ഇളയ മോനില്ലേ, അവനെ ഒന്ന് കാണണം ചേച്ചി. എന്താ അവൻ്റെ ഒരു ഓമനത്വം? പെൺകുട്ടികൾക്കില്ല അത്രയും അഴക്. അവരെ ഇടയ്ക്ക് തുമ്പോളി പള്ളി വരും. ഞായറാഴ്ച കുർബാനയ്ക്ക്
എമിലി അത് തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് മട്ടിലിരുന്നു. പക്ഷേ റെജീന നിർത്താൻ ഭാവമില്ല. നമ്മൾ അവൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ കണ്ണെടുക്കാൻ തോന്നൂല. നീ എന്തിനാ തുമ്പോളിക്ക് പോണേ? നിനക്ക് അന്തേരി പള്ളിയില്ലേ? അല്ലെങ്കിൽ കാട്ടൂർ പള്ളിയില്ലേ? ഞാൻ ആ കൊച്ചിനെ കാണാൻ വേണ്ടി മാത്രം പോകുന്നതാ. ഞാൻ ആ എൽസമ്മ കൊച്ചമ്മയോട് വർത്തമാനം പറയും. അവരുടെ പ്രസവം എടുത്തത് ഞാനാണേ. ചേച്ചിക്കറിയാലോ. എനിക്ക് കാരക്കാട്ടുകാരുടെ കഥയൊന്നും കേൾക്കണ്ട, എമിലി അറുത്തുമുറിച്ചു പറഞ്ഞു. ഇത് ചേച്ചി കേൾക്കണം. കുഞ്ഞുങ്ങളല്ലേ ചേച്ചി, അവരുടെ മനസ്സിൽ കളങ്കമുണ്ടോ? എടി, അതുപോലൊരു കൊച്ച് ഇവിടെ ഉണ്ടല്ലോ. നിനക്കവനെ കാണാൻ കണ്ണില്ലല്ലോ, എമിലി പരിഭവം പറഞ്ഞു. ചേച്ചി, ഞാൻ പറയണ കേക്ക്. ആ കൊച്ചിൻ്റെ പേരെന്താണെന്ന് അറിയാവോ? ഡാൻഡസ്. അവൻ വയലിൻ വായിക്കും, പടവും വരയ്ക്കും. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? കാരക്കാട്ടെ കൊച്ചമ്മ പറഞ്ഞു. കാരക്കാട്ടെ കൊച്ച് നല്ലതായാലും ചീത്തയായാലും നമുക്കെന്താ? എമിലി ചോദിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, കാട്ടൂർ പള്ളി പെരുന്നാളിൻ്റെ കലാപരിപാടിയുണ്ടല്ലോ, നാടകവും ഗാനമേളയും. ഈ കൊല്ലം ഡാൻഡസിൻ്റെ വയലിൻ വായനയും ഉണ്ടത്രേ. ചേച്ചി വരണം, നമുക്കൊന്നിച്ചു പോയി അത് കേൾക്കാം. എനിക്ക് കാരക്കാട്ടെ പിള്ളേരുടെ ഗാനമേളയും കേൾക്കണ്ട, വയലിനും കേൾക്കണ്ട. കാശുള്ളവർക്ക് എന്തു കോപ്രായം വേണമെങ്കിലും കാണിക്കാമല്ലോ. അതിന് നമ്മളെന്ത് വേണം? ചേച്ചി ഒരു തവണ ആ കൊച്ചിനെ കണ്ടാൽ പിന്നെ ഇങ്ങനെയൊന്നും പറയത്തില്ല. എനിക്ക് കാണണ്ടെന്ന് കാരക്കാട്ടുകാരുടെ കേമത്തം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ചേച്ചി, നമ്മുടെ വല്യപ്പച്ചൻ കലാകാരനല്ലായിരുന്നോ? വയലിൻ വായിക്കും. പള്ളി പെരുന്നാളിനൊക്കെ പാട്ടുകുർബാനയ്ക്ക് വല്യപ്പച്ചൻ തോളയിലോട്ട് ആ വയലിൻ്റെ ഒരറ്റം വെച്ചിട്ട് വലത്തെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സാധനം കൊണ്ട് എന്തെല്ലാം മ്യൂസിക്കാ വായിച്ചുകൊണ്ടിരുന്നേ. ഈ ഡാൻഡസും അതുപോലെ തന്നെ. വലിയ കലാകാരനായിട്ട് വരും. നമ്മുടെ വല്യപ്പച്ചൻ നാടകത്തിൻ്റെ കട്ടൻ വരയ്ക്കുമായിരുന്നല്ലോ. ഡാൻഡസും പടം വരയ്ക്കൂത്രേ. നീ എന്തിനാ നമ്മുടെ വല്യപ്പച്ചനെയും അവനെയും ചേർത്ത് പറയുന്നേ? അവർ തമ്മിൽ എന്താ ബന്ധം? ശൗരിക്കുട്ടിയെയും വല്യപ്പച്ചനെയും ചേർത്ത് എന്തേലും പറഞ്ഞാലും വേണ്ടില്ല. റെജീന അപകടം മണത്തു. കാരക്കാട്ടെ ഡാൻഡസിനെപ്പറ്റി താൻ കൂടുതൽ വാചാലയാകുന്നത് മറ്റുള്ളവരിൽ സംശയം ജനിപ്പിച്ചേക്കാം. ഞാൻ പറഞ്ഞെന്നേയുള്ളൂ, എനിക്ക് കലാകാരന്മാരെ ഭയങ്കര ഇഷ്ടമാ. അതിപ്പോൾ ശത്രുക്കളായാലും ശരി. റെജീന തൻ്റെ ന്യായം മുന്നോട്ട് വെച്ചു. ഇനി സംശയിക്കാൻ പഴുതൊന്നുമില്ല. ഡാൻഡസിനെ എമിലിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ അത്യധികമായ ആഗ്രഹമുണ്ട് അവൾക്ക്. സ്വന്തം മകനെ തൻ്റെ ചേച്ചി തിരിച്ചറിയാതെയാണെങ്കിലും ഒന്ന് കാണേണ്ടതല്ലേ? അവൻ്റെ കഴിവുകൾ കണ്ട് അല്പമെങ്കിലും സന്തോഷിക്കണ്ടേ? തൻ്റെ ചേച്ചി അവനെ ഇഷ്ടപ്പെടുകയും വേണം. അവർ തമ്മിൽ മാനസികമായ ഒരടുപ്പം മുളപൊട്ടി വളർന്നു വരട്ടെ. ചേച്ചി പ്രസവിച്ച കുഞ്ഞിനെയും കാരക്കാട്ടെ എൽസമ്മയുടെ കുഞ്ഞിനെയും തമ്മിൽ വെച്ചു മാറിയത് ശരിയായ നടപടി തന്നെ ആയിരുന്നെന്നുള്ള റെജീനയുടെ വിശ്വാസം ഇപ്പോൾ ഒന്നുകൂടി പ്രബലമായി. തനിക്ക് ആ സമയത്ത് ഒരു ദുർബുദ്ധി തോന്നിയതല്ല, മറിച്ച് ദൈവം ഇടപെട്ട് തോന്നിച്ചതാണ്. വെള്ളം വീഞ്ഞാക്കിയതുപോലെ, മരിച്ചവനെ ഉയർപ്പിച്ച പോലെ, മുടന്തനെ സുഖപ്പെടുത്തിയ പോലെ. ദൈവത്തിൻ്റെ അദൃശ്യമായ കരസ്പർശം ഈ സംഭവത്തിലും ഉണ്ടായിരുന്നുവെന്ന് റെജീന ഉറപ്പിച്ചു. തന്നിലൂടെ ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ, അതിനായി തന്നെ തിരഞ്ഞെടുത്തുവെങ്കിൽ താൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ നിയോഗിക്കപ്പെട്ട പ്രതിനിധി മാത്രമായിരുന്നു താൻ. ഡാൻഡസ് ഈ വീട്ടിലായിരുന്നു വളർന്നു വരുന്നതെങ്കിലോ? സകലരുടെയും അവഗണനയും ആട്ടും തുപ്പും സഹിച്ച് പട്ടിണി കിടന്ന് കടപ്പുറത്തുകൂടി അലഞ്ഞുതിരിഞ്ഞ് അവൻ്റെ ജീവിതം എന്നേക്കുമായി മുരടിച്ചു പോകുമായിരുന്നു. തങ്ങളുടെ വല്യപ്പച്ചനിൽ നിന്ന് അവനിലേക്ക് പകർന്നു കിട്ടിയ കലാപരമായ കഴിവുകൾ ഒരിക്കലും വെളിച്ചം കാണാതെ അന്ധകാരത്തിൽ തന്നെ അടിഞ്ഞു പോകുമായിരുന്നു. വയലിൻ വായിക്കുന്ന അവൻ്റെ കൈകളിൽ എപ്പോഴും മീൻ ചെതുമ്പലും അവൻ്റെ ഉടലിൽ മീനിൻ്റെ ഉളുമ്പും നാറ്റവും മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. കാരക്കാട്ട് ബംഗ്ലാവിൽ ഒന്നിനൊന്ന് മാറ്റുകൂടി പ്രശോഭിക്കുന്ന അവൻ്റെ ഓമനത്തം തികഞ്ഞ സൗന്ദര്യം ഈ വീട്ടിലായിരുന്നെങ്കിൽ പുകഞ്ഞ് കരിപിടിച്ചു പോയേനെ. എത്തേണ്ടടുത്ത് തന്നെയാണ് അവൻ എത്തിയിരിക്കുന്നത്. അവൻ വലിയ കലാകാരനായി വളർന്നു വരുമ്പോൾ ചേച്ചിക്ക് അഭിമാനിക്കാവുന്നതേയുള്ളൂ. അങ്ങനെ അഭിമാനിക്കണമെങ്കിൽ അപ്പോഴെങ്കിലും താൻ ചേച്ചിയോട് സത്യം തുറന്നു പറയേണ്ടി വരുമെന്ന് റെജീനയ്ക്ക് ബോധ്യമുണ്ട്. പക്ഷേ ആ രഹസ്യത്തിൻ്റെ രഹസ്യ സ്വഭാവം നാൾക്കുനാൾ കൂടി വരികയാണ്. ആദ്യകാലത്ത് ആ രഹസ്യം ഇന്നലത്തെ മഴയ്ക്ക് ശേഷം കുഴിച്ചിട്ട ഒരു ചെറുവിത്ത് മാത്രമായിരുന്നു. പിന്നെ അത് ഒരു ചെടിക്കുരുന്നായി മുളപൊട്ടി. ഇപ്പോൾ അതൊരു മരമായിക്കൊണ്ടിരിക്കുന്നു. ഭാവിയിൽ അത് ഒരു വൻവൃക്ഷമായി പടർന്നു പന്തലിക്കും. അന്ന് ആ രഹസ്യത്തെ മൂടിയിരിക്കുന്ന കരിമ്പടം വലിച്ചു മാറ്റാൻ തനിക്ക് കഴിയുമോ? ചേച്ചി ഒട്ടും വിഷമിക്കണ്ട. ചേച്ചിയുടെ ജീവിതം സഫലമായി. എന്തുകൊണ്ടെന്നാൽ വലിയൊരു കലാകാരന് ജന്മം നൽകിയ സ്ത്രീയാണ് ചേച്ചി. ചേച്ചിയുടെ സ്വന്തം മകനാണ് കാരക്കാട്ട് ബംഗ്ലാവിലെ ഡാൻഡസ് സൈമൺ എന്ന സുന്ദരനായ യുവാവ്. താൻ അങ്ങനെ പറയുമ്പോൾ ചേച്ചിക്ക് അതിവിശിഷ്ടമായ ഒരഭിമാനവും
ചുഴലിക്കാറ്റ് പോലത്തെ ഒരു സന്തോഷവും കിട്ടേണ്ടതല്ലേ? ഇനി മറിച്ചായാലും വേണ്ടില്ല എന്ന് ചേച്ചിക്ക് തോന്നേണ്ടതല്ല. ചേച്ചിയുടെ മകനെ ഇത്രമേൽ ഉന്നതങ്ങളിലെത്തിക്കാൻ കാരണക്കാരിയായ തന്നോടും ചേച്ചിക്ക് കൃതജ്ഞത തോന്നണമല്ലോ. ചേച്ചിക്ക് അതിനുശേഷം തീർച്ചയായും ആനന്ദത്തോടെയും അഭിമാനത്തോടെയും ശിഷ്ടകാലം ജീവിക്കാം. കാരണം കാരക്കാട്ട് ബംഗ്ലാവിൽ വളർന്നു വന്ന മഹാപുരുഷൻ താൻ പ്രസവിച്ചവനാണ്. അവൻ്റെ അമ്മ താനാണ്. ഈ രഹസ്യം ദൈവത്തിനറിയാം, സകല പുണ്യാളന്മാർക്കും അറിയാം, വാഴ്ത്തപ്പെട്ട സകല പുണ്യവതികൾക്കും അറിയാം, കർത്താവ് യേശുമിശിഹായുടെ സ്ലീഹന്മാർക്കും അറിയാം, സ്വർഗത്തിൽ വാഴുന്ന ഗബ്രിയേൽ ദേവദൂതനും സകല മാലാഖമാർക്കും അറിയാം, ക്രോവേന്മാർക്കും ശ്രാപ്പന്മാർക്കും അറിയാം. ഭൂമിയിൽ നല്ലവരായി ജീവിച്ച് മരിച്ചു പിരിഞ്ഞു പോവുകയും സ്വർഗത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുകയും ചെയ്ത ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായ കോടാനുകോടി മനുഷ്യാത്മാക്കൾക്കും അറിയാം. ഡാൻഡസ് എമിലിയുടെ മകനാണ്. അറിയാത്തത് ആർക്കാണ്? ആലപ്പുഴയിലെ അനേകം കടപ്പുറങ്ങളിൽ ചെറിയൊരു കടപ്പുറം മാത്രമായ ചെല്ലിക്കടപ്പുറത്തെ തീരെ നിസ്സാരന്മാരായ ഏതാനും മനുഷ്യർക്ക് മാത്രം, മീനിൻ്റെ ഉളുമ്പുനാറ്റമുള്ള ഒരു പിടി മനുഷ്യർക്ക്. അവർക്കറിയില്ലല്ലോ എന്നോർത്ത് വേവലാതിപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യേണ്ട യാതൊരാവശ്യവും ചേച്ചിക്കില്ല. അവരറിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് തൻ്റെ ചേച്ചിക്ക്? ഒന്നും കിട്ടാനില്ല. കൂടി വന്നാൽ അവരിത്രയും പറഞ്ഞേക്കും. എന്നാലും എൻ്റെ എമിലിയെ, ആ കാരക്കാട്ടെ ഡാൻഡസ് മോൻ എമിലിയുടെ മോനാണെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടാ. എമിലിയുടെ അനിയത്തി കൊള്ളാലോ, അവൾ നല്ല പണിയാണ് കാണിച്ചത് കേട്ടാ. ഇത് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ അസൂയ പെരുകുന്നുണ്ടായിരിക്കും. അതിനുവേണ്ടി ചേച്ചി ദുഃഖിക്കുകയും നിരാശപ്പെടുകയും വേണോ? ഒരിക്കലും വേണ്ട. മരണക്കിടക്കയിൽ പോലും ചേച്ചിക്ക് അഭിമാനത്തോടെ കിടന്ന് ചിന്തിക്കാം, കാരക്കാട്ടെ ഡാൻഡസ് എൻ്റെ മോനാണല്ലോ, അവനെ പ്രസവിച്ചത് ഞാനാണല്ലോ. അത്രയും വലിയ ഭാഗ്യം ദൈവം എനിക്ക് തന്നല്ലോ. ചേച്ചി എന്തുമാത്രം ഭാഗ്യവതിയാണ്. നിനക്ക് ചോറ് മതിയോടി? നീ എന്താണ് ചോറിന് മുമ്പ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണേ? എമിലി ചോദിച്ചത് കേട്ട് റെജീന ഞെട്ടി. അപ്പോൾ വായിൽ കിടന്ന അരഞ്ഞ ചോറിൻ്റെയും കോഴിക്കറിയുടെയും പൾപ്പ് റെജീനയുടെ തൊണ്ടയിൽ വിക്കി. ജോജോ അവളുടെ നെറുകയിൽ കൈപ്പത്തി കൊണ്ടിടിച്ച് വിക്കിയത് പുറത്തു ചാടിക്കാൻ ശ്രമിച്ചു. ചുമച്ചും തുമ്മിയും റെജീനയുടെ കണ്ണും മൂക്കും നിറഞ്ഞൊഴുകി. അവൾ എഴുന്നേറ്റ് പിന്നാമ്പുറത്ത് പോയി ഓക്കാനിച്ചു. ആ സമയം അവളുടെ കുഞ്ഞ് ജോജോയുടെ മടിയിലിരുന്ന് മൂത്രമൊഴിച്ചു. അപ്പോൾ അവനെ വിൻസിയെടുത്ത് മടിയിൽ വെച്ച് അവൻ്റെ ഷഡ്ഡി ഊരി. ആ കൃത്യസമയം നോക്കി അവൻ അവളുടെ മടിയിൽ അപ്പിയും ഇട്ടു. ഇങ്ങനെ കുറേ അനിഷ്ട സംഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടായി. കുറേ കഴിഞ്ഞ് ജോജോയും റെജീനയും തിണ്ണയിൽ വന്നിരുന്നു. അകത്ത് കിടന്ന ബെഞ്ച് വിൻസിയെടുത്ത് അവർക്കിരിക്കാനായി വരാന്തയിലിട്ട് കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജോജോ എഴുന്നേറ്റ് കടപ്പുറത്ത് ഒന്ന് ചുറ്റി വരാമെന്നും പറഞ്ഞു പോയി. ഡെന്നിച്ചനും ശൗരിക്കുട്ടിയും മുറ്റത്തെ വെയിലത്ത് വട്ട് കളിച്ചുകൊണ്ടിരുന്നു. ജാനറ്റും ഒരു പളുങ്കുവട്ടുമായി വന്ന് അവരോടൊപ്പം കൂടി. എമിലി തിണ്ണയിലിറങ്ങി വന്ന് അനുജത്തിയോട് വീട്ടുകാര്യങ്ങൾ സംസാരിച്ചു. ഇടയ്ക്ക് ശൗരിയെ നോക്കി റെജീന പറഞ്ഞു, ചേച്ചിയുടെ മക്കൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? എന്ത് വ്യത്യാസം? ജാനറ്റിനെയും ഡെന്നിച്ചനെയും കണ്ടോ? ആ തലമുടിയും തൊലി വെളുപ്പും മൊത്തത്തിലൊരു എണ്ണമിനുക്കമുണ്ട്. ശൗരിയെ കണ്ട കടപ്പുറത്ത് മീൻ പെറുക്കാൻ വരുന്ന തമിഴത്തികളുടെ പിള്ളേരില്ലേ, അതിലൊന്നിനെ പോലിരിക്കുന്നു അല്ലേ? അത് കേട്ടപ്പോൾ എമിലിക്ക് നൊന്തു. എടി റെജി, നീ പുറത്തെ കോലം മാത്രമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ ശൗരിക്കുട്ടിയുടെ ഉള്ളിലാ സൗന്ദര്യം. അവൻ്റെ ഉള്ളിൽ എന്തോന്ന് സൗന്ദര്യമിരിക്കുന്നു. റെജീന പുച്ഛിച്ചു. എടി, ഇപ്പം നീ കഴിച്ച ചോറും കറിയുമുണ്ടല്ലോ, അത് അവൻ തോട്ടിക്കൂടെ നടന്ന് ചൂണ്ടയിട്ട് പിടിച്ച മീൻ വിറ്റ് കിട്ടിയ പൈസയാ. നിങ്ങൾ വന്നപ്പം ഞാൻ പൈസയില്ലാണ്ട് വിഷമിച്ചിരിക്കണ കണ്ടിട്ട് അവൻ എടുത്തോണ്ട് തന്നതാ. 5ഉം 10ഉമായിട്ട് അവൻ സൂക്ഷിച്ചു വച്ചിരുന്ന കാശ്. അത് പറ, വെറുതെയല്ല ഞാൻ തിന്നതൊക്കെ വിക്കി മോക്കാനിച്ചും ഛർദ്ദിച്ചു പോയത്. എടി, കുഞ്ഞുങ്ങളെ കുറ്റം പറയല്ല. നിനക്കുമുണ്ടല്ലോ ഒരെണ്ണം, അത് ഏതു കോലത്തിൽ വരുമെന്ന് നിനക്കറിയാവോ? എൻ്റെ കൊച്ചിനെയും ശൗരിയും കൂടെ ചേച്ചി ഒരേ തട്ടിൽ തൂക്കരുത്. ഞാൻ പള്ളി വെച്ച് സകല മനുഷ്യരും അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടായ കൊച്ച എൻ്റേത്. ശൗരി അങ്ങനെയാണോ ഉണ്ടായത്? ആ ചോദ്യം എമിലിയുടെ നെഞ്ചിൽ തെറിച്ചു. എടി, എങ്ങനെ ഉണ്ടായാലും ഒരമ്മയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാ. ശൗരിയെക്കൊണ്ട് എന്തെങ്കിലും ഗതി കെട്ടുമെന്ന് വിചാരിച്ചാണോ ചേച്ചി അവനെ ഇങ്ങനെ മടി വെച്ച് വഷളാക്കി വളർത്തുന്നേ? അവനവൻ്റെ മക്കൾക്ക് കൊടുക്ക് ചേച്ചി ആ സ്നേഹം. ഡെന്നിച്ചനെ നല്ലപോലെ നോക്കി വളർത്ത്. അവനെക്കൊണ്ട് ചേച്ചിക്കിനി എന്തെങ്കിലും രക്ഷയുള്ളൂ. ശൗരി അലവലാതിയായിട്ട് കടപ്പുറത്ത് തെണ്ടിത്തിരിഞ്ഞ് നടക്കത്തേയുള്ളൂ. ആയിക്കോട്ടെ, നീ അവനെയും എന്നെയും രക്ഷിക്കാൻ വരണ്ട. എൻ്റെ 3 മക്കളിൽ എനിക്ക് ഏറ്റവും പ്രിയം ശൗരിയോടാ. നീ അത് മാറ്റാൻ നോക്കണ്ട. ശൗരി ആരാണെന്ന് വിചാരിച്ചാ ചേച്ചി ഇത്രയ്ക്ക് പൊന്നിച്ചു വളർത്തുന്നേ? എൻ്റെ മോൻ, ചേച്ചിയുടെ മോൻ. ഇപ്പോൾ ആ സത്യം പറഞ്ഞാലോ എന്ന് റെജീനയ്ക്കൊരാവേശം തോന്നി. ചേച്ചി അറിഞ്ഞിരിക്കണം തൻ്റെ മകൻ ആരാണെന്ന്.
അത് ചേച്ചിയോട് ഒരിക്കലും പറയാതിരിക്കുക എന്നത് ഭയങ്കരമായ ഒരപരാധമാണെന്നും റെജീനയ്ക്ക് തോന്നി. ചേച്ചിയുടെ മോൻ ഇവിടല്ല വളരേണ്ടത്, കാരക്കാട്ട് ബംഗ്ലാവില്. അതെനിക്കറിയാം, നീ പറഞ്ഞു പഠിപ്പിക്കണ്ട. ആ ഡാൻഡസിനെ തന്നെ മതിയായിരുന്നു ചേച്ചിക്ക്. അവനെ എനിക്കെന്നാത്തിനാ? എനിക്കെൻ്റെ മോനാ അവനേക്കായാലും വലുത്. അതുതന്നെയാണ് ഞാനും പറഞ്ഞത്. നീ പറഞ്ഞത് ഡാൻഡസാണെന്നല്ലേ? നീ വേണമെങ്കിൽ അവനെ എടുത്ത് തോളെ വെച്ചോ. എനിക്ക് വേണ്ട. ചേച്ചി ഈ വർത്തമാനം തിരുത്തി പറയും കേട്ടാ. ഞാൻ പറയിക്കും. ഇല്ലെങ്കിൽ എൻ്റെ പേര് മാറ്റിയിട്ടോ. ഇവളെന്നാ വർത്തമാനമാ ഈ പറയണേ? കല്യാണം കഴിച്ചിട്ടും ഒന്നു പെറ്റിട്ടും ബുദ്ധി വളർന്നിട്ടില്ല. പൊട്ടി ഞാനല്ല ചേച്ചിയാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ദേഷ്യം പൂണ്ട് റെജീന ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. കുഞ്ഞെന്ന തിണ്ണയിലേക്ക് വന്നു. എന്തിനാ വല്ലവരുടെയും കാര്യവും പറഞ്ഞ് നിങ്ങൾ വഴക്കുകൂടുന്നേ? ചേച്ചിയും അനിയത്തിയും വലിയ സ്നേഹമാ. പക്ഷേ വീട്ടിൽ വന്ന വഴക്കിട്ടേ പോകത്തുള്ളൂ. ഞാൻ പറയുന്നത് ചേച്ചിക്ക് മനസ്സിലാകത്തില്ല കുഞ്ഞന്നമ്മച്ചി. നീ പറയുന്നത് നിന്റെ ശരി, അവൾ പറയുന്നത് അവളുടെ ശരി. പക്ഷേ എൻ്റെ ശരിയാ ശരിയെന്ന് ഞാൻ മനസ്സിലാക്കി കൊടുക്കും ഒരു ദിവസം. റെജീന രണ്ടും കൽപ്പിച്ചു പറഞ്ഞു. ശൗരിക്കുട്ടി ഇതെല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് മുറ്റത്ത് വട്ട് കളിച്ചുകൊണ്ടിരുന്നു. അധ്യായം 30. 3-ാം ക്ലാസ്സിൽ ഒന്നിച്ചായിരുന്ന മൈക്കേൽ 4-ാം ക്ലാസ്സിലെത്തിയപ്പോൾ വേറെ ഡിവിഷനിലായി പോയത് ശൗരിക്കുട്ടിയെ കുറച്ചൊന്നുമല്ല വിഷമിപ്പിച്ചത്. അടുത്തടുത്തിരിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. ഇടവേളകളിൽ മാത്രമേ തമ്മിൽ കാണാനും മിണ്ടാനും സാധ്യതയുള്ളൂ എന്നായി. അതൊരു വല്ലാത്ത സങ്കടമായിരുന്നു ശൗരിക്കുട്ടിക്ക്. മൈക്കേലിനെ മുട്ടിയുരുമിയിരിക്കുന്നതും അവൻ്റെ തോളത്ത് കൈയിട്ട് നടക്കുന്നതുമെല്ലാം ശൗരിക്കുട്ടിക്ക് വലിയ അഭിമാനമായിരുന്നു. ഇപ്പോൾ ശൗരിക്കുട്ടി ഇടയ്ക്ക് സ്കൂൾ വരാന്തയിലൂടെ മൈക്കേലിൻ്റെ ക്ലാസിൻ്റെ വാതിൽക്കൽ ചെന്ന് നോക്കുന്ന നേരത്ത് മറ്റേതോ ചെക്കനാണ് മൈക്കേലിൻ്റെ അടുത്തിരിക്കുന്നത്. മൈക്കേൽ അവനോട് വർത്തമാനം പറയുന്നുണ്ട്. അത് കണ്ടിട്ട് ശൗരിക്കുട്ടിയുടെ ഹൃദയം നൊന്തു. മൈക്കേൽ അല്ലാതെ വേറൊരു കൂട്ടുകാരൻ തനിക്ക് വേണ്ട എന്നുപോലും ശൗരിക്കുട്ടി തീരുമാനിച്ചു വെച്ചിരുന്നതാണ്. മൈക്കേലിനു വേണ്ടി എന്തു ചെയ്യാനും അവൻ ഒരുക്കമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചൂണ്ടയിട്ട് പിടിച്ചു കിട്ടുന്ന മീനുകളെല്ലാം മൈക്കേലിന് കൊടുക്കാം. മൈക്കേലിന് വിശക്കുന്നുണ്ടെങ്കിൽ തൻ്റെ ആഹാരം കൊടുത്തിട്ട് താൻ പട്ടിണിയിരിക്കാം. മൈക്കേൽ പനി പിടിച്ച് ആശുപത്രിയിലാണെങ്കിൽ അവൻ്റെ അരികെ ചെന്ന് ഉറക്കമിളച്ച് കൂട്ടിരിക്കാം. മൈക്കേലിനെ ആരെങ്കിലും തല്ലാൻ വന്നാൽ അവൻ്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കാം. മൈക്കേൽ പുഴയിൽ ഒഴുകിപ്പോവുകയാണെങ്കിൽ എത്ര വലിയ കുത്തൊഴുക്കിലും നീന്തിച്ചെന്ന് രക്ഷപ്പെടുത്താം. തൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും എല്ലാ സ്വത്തും എല്ലാ വിശിഷ്ട സമ്മാനങ്ങളും ഏറ്റവും കൊതിപ്പിക്കുന്ന പലഹാരം പോലും മൈക്കേലിന് കൊടുക്കാം. പക്ഷേ മൈക്കേൽ വേറെ ആരോടും കൂട്ടുകൂടരുത്. അതുമാത്രം സഹിക്കാൻ പറ്റില്ല ശൗരിക്കുട്ടിക്ക്. അവൻ മൈക്കേലിനെ തന്നെ സദാസമയവും ഓർത്തുകൊണ്ടിരുന്നു. വീട്ടിലായിരിക്കുമ്പോഴും അവൻ മൈക്കേലിനെ പറ്റി ചിന്തിച്ചു. മൈക്കേൽ കൂടെയില്ലാതെ ഒരു ജീവിതം ഒരിക്കലും തനിക്കുണ്ടാവില്ലെന്ന് ശൗരിക്കുട്ടി ഉറപ്പിച്ചു. എത്ര വളർന്നാലും എത്ര വലുതായാലും മൈക്കേലും താനും ഒരിക്കലും പിരിയാത്ത കൂട്ടുകാരായിരിക്കും. താൻ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചാൽ അതിൻ്റെ പകുതി മൈക്കേലിനായിരിക്കും. താനൊരു മണിമാളിക പണിത് അതിനുള്ളിൽ താമസിക്കുകയാണെങ്കിൽ മൈക്കേലും അവിടെ തന്നെ താമസിക്കും. മൈക്കേലിൻ്റെ സങ്കടം തൻ്റേതുകൂടിയാണ്. മൈക്കേലിൻ്റെ കണ്ണു നിറഞ്ഞാൽ താനും സങ്കടപ്പെടും. അങ്ങനെയൊക്കെ ചിന്തിച്ച് ശൗരിക്കുട്ടിക്ക് ഒടുവിൽ മൈക്കേലിനെ കാണാതിരിക്കാൻ വയ്യെന്നായി. മൈക്കേൽ സ്കൂളിൽ വെച്ച് മറ്റു വല്ലവരോടും വർത്തമാനം പറയുന്നതായി കാണുന്ന ദിവസം ശൗരിക്കുട്ടി ആരും കാണാതെ രാത്രിയിൽ കിടന്ന് കണ്ണീരൊഴുക്കി. മൈക്കേൽ തന്നോട് കൂടുതൽ മിണ്ടിയ ദിവസങ്ങളിൽ അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നടന്നു. ക്ലാസ് മുറിയിലിരിക്കുമ്പോൾ തന്നെ ശൗരി മൈക്കേലുമൊത്ത് ചൂണ്ടയ്ക്ക് പോകുന്നതും ഒന്നിച്ച് തോട്ടിൽ നീന്തി കുളിക്കുന്നതും മൈക്കേലിൻ്റെ കൂടെ കടപ്പുറത്ത് ഓടുന്നതും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം ദിവാസ്വപ്നം കണ്ട് രസിച്ചു. 2-4 ദിവസത്തിനു ശേഷം അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ അവയെല്ലാം യഥാർത്ഥത്തിൽ നടന്നതാണോ അതോ തൻ്റെ ദിവാസ്വപ്നം മാത്രമായിരുന്നോ എന്ന് അവന് വേർതിരിച്ചെടുക്കാൻ കഴിയാതെയായി. 3-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൗരിക്കുട്ടി പലതവണ മൈക്കേലിൻ്റെ വീട്ടിൽ പോവുകയുണ്ടായി. മൈക്കേലിൻ്റെ അമ്മ വിളമ്പിക്കൊടുത്ത ആഹാരം കഴിച്ചു. ടെറസിൻ്റെ മുകളിലിട്ട് ബേബി സൈക്കിൾ ചവിട്ടി. ഒടുവിൽ അവൻ മൈക്കേലിനെ തൻ്റെ വീട്ടിലേക്കും ക്ഷണിച്ചുകൊണ്ടുപോയി. അമ്മയുടെ ചായക്കടയിൽ നിന്ന് ചായയും ഏത്തയ്ക്ക ബോളിയും കൊടുത്തു. അതിനുശേഷം കടപ്പുറത്ത് കൂട്ടിക്കൊണ്ടുപോയി. ജർമ്മിച്ചായൻ ഇരിക്കാറുണ്ടായിരുന്ന സ്ഥലം അവൻ മൈക്കേലിന് കാണിച്ചു കൊടുത്തു. ജർമ്മിച്ചായൻ്റെ പല കഥകളും അവൻ മൈക്കേലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ജർമ്മിച്ചായൻ്റെ സ്ഥലത്ത് ചെന്നിരുന്നു. മൈക്കേലിനെ അരികെ പിടിച്ചിരുത്തി. ഞാൻ എന്നെങ്കിലും ഒരു വള്ളം മേടിക്കും, അവൻ മൈക്കേലിനോട് പറഞ്ഞു. അതിൻ്റെ പേര് ജർമിയ. മൈക്കേൽ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. നീ മീൻപിടുത്തക്കാരനാവാൻ പോവുകയാണോ? അതെ, എനിക്കതാ ഇഷ്ടം. കടലിൽ എന്തുമാത്രം മീനാ. പിന്നെ നീ എന്തിനാ പഠിക്കണേ? എനിക്കറിയില്ല. അമ്മ പറഞ്ഞു സ്കൂളിൽ പോവാൻ. സാരമില്ലടാ,
പഠിച്ചാലും വലുതായി കഴിഞ്ഞല്ലേ നീ വള്ളം വാങ്ങുന്നേ? വള്ളം എപ്പോഴും വാങ്ങാം. പക്ഷേങ്കിൽ വലുതായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ ക്ലാസ്സിൽ വന്നിരുന്നുകൊണ്ട് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് 2 പേർക്കും കൂടെ വള്ളത്തിൽ പോണേ, അങ്ങ് ദൂരെ കടലിൻ്റെ അങ്ങേയറ്റത്ത്. ശൗരിക്കുട്ടി കടലിൻ്റെ അപാരതയിലേക്ക് കൈ ചൂണ്ടി. ഞാൻ വരണില്ല കേട്ടോ, എനിക്ക് പേടിയാ കടലിൽ പോവാൻ. ഞാനില്ലേ, പിന്നെന്തിനാ നീ പേടിക്കണേ? എനിക്ക് കടൽ കാണുമ്പം പേടിയാ. അയ്യോടാ, എന്ത് രസാ കടല്, ഒന്നും പേടിക്കണ്ട. എടാ, കടലിൽ വീണ മുങ്ങിച്ചത്തുപോകും. വഴിയുണ്ടെന്ന്, വള്ളത്തിൽ ചുമ്മാ ഇരുന്നാൽ മതി. നമ്മൾ കടലിൽ പോകുമ്പോൾ വലിയ കാറ്റും മഴയും വന്നാലോ? വള്ളം മുങ്ങി എത്ര പേര് മരിച്ചേക്കണ. അങ്ങനെ നോക്കിയാൽ കരയ്ക്കൂടെ പേടിക്കണ്ടായോ? വണ്ടി മറിഞ്ഞും കൂട്ടിയിടിച്ചും എത്ര പേര് മരിച്ചേക്കണ. കരയ്ക്ക് മരിക്കണ ആൾക്കാരുടെ അത്രയും കടലിൽ മരിക്കണുണ്ടോ? അത് ശരിയാണല്ലോ എന്ന് ആദ്യം മൈക്കേലിന് തോന്നി. അവൻ്റെ വീട്ടിൽ പത്രം വരുത്തുന്നുണ്ട്. അതിലെല്ലാ ദിവസവും അപകട മരണങ്ങളുണ്ട്. വണ്ടിയിടിച്ചും മറിഞ്ഞും ഒരാളെങ്കിലും മരിക്കാത്ത ദിവസമില്ല. എന്നാൽ കടലിൽ വല്ലപ്പോഴുമേ അപകടങ്ങളുണ്ടാകുന്നുള്ളൂ. പെട്ടെന്ന് അവന് കാര്യം പിടികിട്ടി. എടാ ശൗരി, അതേ, ആൾക്കാരെല്ലാം താമസിക്കുന്നത് കരയ്ക്കല്ലേ, കടലിലല്ലല്ലോ. കടലിൽ ആരെങ്കിലും കല്യാണത്തിന് പോകണുണ്ടോ? കടലിൽ എവിടെയെങ്കിലും പട്ടണങ്ങളുണ്ടോ? കടലിൽ കൂടെ ലോറിയും ബസ്സും തീവണ്ടിയും കാറും മോട്ടോർ സൈക്കിളും ഓടണുണ്ടോ? ഇല്ലല്ലോ, അതെല്ലാം കരയ്ക്കല്ലേ. അത് ശരിയാണല്ലോ എന്ന് അപ്പോഴാണ് ശൗരിക്കുട്ടിക്ക് ബോധം വന്നത്. പക്ഷേ ജർമ്മിച്ചായൻ അവനെ പഠിപ്പിച്ചത് കടൽ കരയേക്കാൾ സുരക്ഷിതമാണെന്നായിരുന്നു. കരയിലാണ് നികൃഷ്ടജീവികൾ പരസ്പരം ദ്രോഹിക്കുന്നവർ, പരസ്പരം ദൂഷിക്കുന്നവർ, പരസ്പരം ചതിക്കുന്നവർ. കടലിലെ മീനുകളെല്ലാം നിഷ്കളങ്ക ജീവികളാണ്. കരയിൽ കാണിക്കാത്ത സ്നേഹം മനുഷ്യർ തമ്മിൽ കടലിൽ പ്രകടിപ്പിക്കാറുണ്ട്. ഇതെല്ലാം ജർമ്മിച്ചായൻ്റെ കണ്ടുപിടുത്തങ്ങളായിരുന്നു. ജർമ്മിച്ചായൻ പറഞ്ഞത് ഒന്നും തെറ്റിപ്പോകുന്നത് കാണാൻ ശൗരിക്കുട്ടി ഇഷ്ടപ്പെട്ടില്ല. ജർമ്മിച്ചായൻ ഒരു പ്രവാചകനെ പോലെയായിരുന്നു. കഴിഞ്ഞു പോയതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ എല്ലാം ജർമ്മിച്ചായൻ അറിയാമായിരുന്നു. എടാ ശൗരിയെ, നിന്നോട് അഗസ്റ്റിൻ സാറിന് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഉണ്ടെന്നാ തോന്നണേ. ഞങ്ങളുടെ കുടുംബക്കാരാ അഗസ്റ്റിൻ സാറിൻ്റെ വീട്ടുകാര്, കാരക്കാട്ടെ. നിങ്ങളുടെ ആരാ മൈക്കലേ? അതെനിക്കറിയാൻ മേല. പപ്പ പറയണ കേൾക്കാം, എല്ലാം ഒരു കുടുംബക്കാരാണെന്ന്. ഒരുപാട് വീട്ടുകാരുണ്ട് കാരക്കാട്ടുകാര്, അതിലൊന്നാ ഞങ്ങളും. മൈക്കേൽ തെല്ല അഭിമാനത്തോടെ പറഞ്ഞു. ചേർത്തല കാരക്കാട്ടുകാർക്ക് ഹോട്ടലുണ്ട്, സിനിമാ തിയേറ്ററുണ്ട്, ആശുപത്രിയുണ്ട്, ബസ്സുണ്ട്, ലോറിയുണ്ട്, മരുന്നുകട ഉണ്ട്, ജവുളിക്കടയുണ്ട്, ലോഡ്ജുണ്ട്, ഒത്തിരി കെട്ടിടങ്ങളുണ്ട്. അവരൊക്കെ നിങ്ങളുടെ ആരാ? അതൊന്നും എനിക്കറിയത്തില്ല. എല്ലാം പല വീട്ടുകാരാ, കണ്ടാൽ പോലും അറിയത്തില്ല. എനിക്ക് അഗസ്റ്റിൻ സാറിനെ കണ്ണു നേരെ കണ്ടുകൂടാ. അയാളുടെ കഷ്ണത്തല പിടിച്ച് വെള്ളത്തിൽ മുക്കാൻ തോന്നും. എന്നെയാ എപ്പോഴും നോട്ടമിട്ടിരിക്കുന്നേ. ശൗരിക്ക് കാരക്കാട്ട് അഗസ്റ്റിൻ മാഷ് ഒരു പേടി സ്വപ്നമാണ്. ശൗരിയെ കണ്ടാൽ മാഷിന് ഹാലിളകും. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ കടുപ്പം പിടിച്ച ചോദ്യങ്ങളെല്ലാം ശൗരിക്കുട്ടിയോട് ചോദിക്കും. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അടുത്തു വന്ന് ചൂരലിൻ്റെ അറ്റം ശൗരിയുടെ കക്ഷത്തിന് താഴെ കൈയുടെ മാർദ്ദവമുള്ള തൊലി ചേർത്ത് പിടിച്ച് കൈയുടെ തള്ളവിരലിന് ഞെരിക്കും. ശൗരിക്കുട്ടി വേദന കൊണ്ട് പൊളഞ്ഞ് നിലത്തുനിന്ന് പൊങ്ങി കാലിൻ്റെ പെരുവിരലിൽ കുത്തി നിന്നു പോകും. അവിടെ കമ്പി പഴുപ്പിച്ചു വെച്ച് പൊള്ളിച്ചതുപോലെയേ ശൗരിക്കുട്ടിക്ക് തോന്നൂ. വീട്ടിൽ ചെന്നാലും ആ വേദന നീണ്ടു നിൽക്കും. ശൗരിക്കുട്ടിയെ എവിടെ വെച്ച് കണ്ടാലും അഗസ്റ്റിൻ സാർ ആക്രോശിക്കും. നിൽക്കട അവിടെ. ശൗരിക്കുട്ടി നിൽക്കും. നിനക്ക് വിളച്ചിൽ കൂടുതലാണെന്ന് എനിക്കറിയാം. എൻ്റെ ക്ലാസ്സിലെങ്ങാനും വികൃതി കാണിച്ച നിന്റെ തൊടയിലെ തൊലി ഞാൻ ഉരിഞ്ഞെടുക്കും. ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വന്നാൽ അഗസ്റ്റിൻ സാറിൻ്റെ കണ്ണ് മിക്കപ്പോഴും ശൗരിക്കുട്ടിയുടെ മേലായിരിക്കും. ശൗരി അടുത്തിരിക്കുന്നവനോട് എന്തെങ്കിലും ഒന്നും മന്ത്രിച്ചു പോയാൽ അത് അഗസ്റ്റിൻ സാറിൻ്റെ കണ്ണിൽപ്പെടും. പിന്നെ ഒറ്റ അലർച്ചയാണ്, എഴുന്നേറ്റ് നിൽക്കട. പിന്നെ കടുവ അതിൻ്റെ ഇരയുടെ മീതേക്ക് ചാടി വീഴുന്ന പോലെയാണ് അഗസ്റ്റിൻ സാറിൻ്റെ വരവ്. ശൗരിയുടെ അടുത്തെത്തും മുൻപേ ആക്രോശിക്കും. കൈ നീട്ടട. ശൗരി ആദ്യം വലതു കൈ നീട്ടും. അടി കിട്ടും മുൻപേ അതിൻ്റെ വേദന ആ കൈയിലേക്ക് ഇരമ്പിയെത്തും. ഉടൻ ആ കൈ വലിച്ചിട്ട് ഇടത്തെ കൈ നീട്ടും. ഏത് കൈക്കാണ് സഹനശക്തി കൂടുതലെന്ന് അവൻ അറിഞ്ഞുകൂടാ. വിരലുകളുടെ അറ്റത്താണ് മൂളക്കത്തോടെ ചൂരൽ വന്നു വീഴുക. ആദ്യം ഒരു പൊള്ളൽ, അതിനുശേഷം തരിപ്പ്, ഒടുവിൽ അസ്ഥി പൊട്ടുന്ന വേദന. ആദ്യത്തെ 2 അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നത്തെ അടിയൊന്നും സാരമില്ല. പക്ഷേ നല്ല ഉന്മാദത്തിലാണെങ്കിൽ അഗസ്റ്റിൻ സാർ മറ്റേ കൈയും കൂടി നീട്ടാൻ പറയും. അപ്പോൾ സാറിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ കാണാം സാർ അനുഭവിക്കുന്ന മൃഗീയ ആനന്ദം. ഒരു തവണ ശൗരി എമിലിയോട് ചെന്ന് സങ്കടം പറഞ്ഞു. സാറ് എന്നെ വെറുതെ അടിക്കും. ആരെങ്കിലും എന്നോട് വർത്തമാനം പറഞ്ഞാൽ മതി, എന്നെ പിടിച്ചടിക്കും. അവരെ അടിക്കത്തില്ല. ശൗരിക്കുട്ടി അങ്ങനെ പരാതി പറയുന്ന ആളല്ല. വേദന സഹിക്കാനുള്ള കഴിവ് അവന് ജാനറ്റിനേക്കാളും ഡെന്നിച്ചിനേക്കാളും കൂടുതലുണ്ട്.
തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷ കിട്ടുന്നതെങ്കിൽ അവൻ കരയാനേ പോകില്ല. വീണു പരിക്കേറ്റാലും, കാൽ തട്ടി നഖം പറഞ്ഞു പോയാലും, കൈകാൽ മുട്ടുകളിലെ തൊലി ഇളകിപ്പോയാലും അവൻ കരയാറില്ല. എന്നാൽ ചെയ്യാത്ത തെറ്റ് ആരോപിച്ചുകൊണ്ടുള്ള ശിക്ഷ അവനെ കഠിനമായി വേദനിപ്പിക്കും. ശാസിക്കുന്നത് പോലും അവനെ നൊമ്പരപ്പെടുത്തും. ചെറിയ ഒരു നുള്ളുപോലും അവൻ്റെ കണ്ണു നിറയ്ക്കും. സാരമില്ലട മോനെ, പഠിപ്പിക്കണ സാറല്ലേ, നന്നാകാൻ വേണ്ടിയല്ലേ. വേറെ സാറന്മാർ പഠിപ്പിക്കണുണ്ടല്ലോ, അവരെ ഇങ്ങനൊന്നും ചെയ്യുന്നില്ലല്ലോ. എല്ലാ സാറന്മാരും ഒരുപോലെ ദേഷ്യക്കാരല്ല. എന്നെ മാത്രം തല്ലുന്നത് എന്തിനാ? നീ എന്തെങ്കിലും വികൃതിത്തരം കാണിച്ചത് സാറിൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിന്നോട് മാത്രം എന്തിനാ ദേഷ്യം? കാരക്കാട്ട് അഗസ്റ്റിൻ സാറിനെ എമിലി പള്ളിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. മെലിഞ്ഞു നീണ്ട് കട്ടിമീശക്കാരനായ ഒരാൾ, കഷണ്ടിക്കാരൻ. ഒരുപക്ഷെ അയാൾക്ക് ശൗര്യക്കുട്ടിയുടെ ജനനരഹസ്യം അറിയാമായിരിക്കുമെന്ന് എമിലി വിചാരിച്ചു. അല്ലെങ്കിൽ അവനോട് മാത്രമായി ഇങ്ങനെയൊരു ശത്രുത വരേണ്ട കാര്യമില്ല. നീ വികൃതിയൊന്നും കാണിക്കാതെ അടങ്ങി ഒതുങ്ങി ക്ലാസ്സിലിരുന്നാൽ മതി. നല്ലപോലെ പഠിക്കുകയും ചെയ്യണം. പിന്നെ സാറൊന്നും ചെയ്യത്തില്ല. എമിലി മകനെ ഉപദേശിച്ചു. ശൗര്യക്കുട്ടി അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിച്ചു. എങ്കിലും അഗസ്റ്റിൻ സാർ എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് അവൻ്റെ കൈവെള്ളയ്ക്ക് 4 വീതം ദിവസേന പൊട്ടിച്ചുകൊണ്ടിരുന്നു. മറ്റു കുട്ടികളെപ്പോലെ ശൗര്യയ്ക്ക് പല ജോഡി ട്രൗസറും ഷർട്ടും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ജോഡിയാണ് ഉണ്ടായിരുന്നത്. അത് ഒരിക്കലും വൃത്തിയായി ഇരിക്കില്ല. ശൗര്യക്കുട്ടിയെപ്പോലൊരു കുട്ടിക്ക് തൻ്റെ ഡ്രസ്സ് ചെളിയും കറയും പുരളാതെ, കൂട്ടിത്തുന്നാതെ, ബട്ടൺസ് പൊട്ടാതെ, തുന്നൽ വിടാതെ കൊണ്ടു നടക്കാൻ പറ്റില്ല. അവൻ മരത്തിൽ കയറും, മാങ്ങയും കശുവണ്ടിയും പറിക്കും, വാഴക്കുലയിൽ പഴുത്ത കായുണ്ടെങ്കിൽ ഇരിഞ്ഞെടുക്കും, പുളിമരത്തിൽ കയറും. എല്ലാം യൂണിഫോം ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെയാണ്. അഗസ്റ്റിൻ സാർ അവനെ ക്ലാസ് റൂമിൻ്റെ മധ്യഭാഗത്തേക്ക് വിളിച്ചു നിർത്തി മറ്റു കുട്ടികളോട് പറയും, എല്ലാവരും കണ്ടോ, പന്നിത്തൊഴുത്തിന്ന് കയറി വരുന്ന പോലെ ഇരിക്കുന്നു. കുളിക്കുകയുമില്ല, നനയ്ക്കുകയുമില്ല, വൃത്തിയുള്ള ഡ്രസ്സുമില്ല. അത് കേട്ട് ക്ലാസ്സിലുള്ളവർ പരിഹസിച്ച് ചിരിക്കും. അപമാനം ഭാരം കൊണ്ട് ശൗര്യക്കുട്ടിയുടെ തല താണു പോകും. 3ാം ക്ലാസ് കഴിയാറായപ്പോൾ ശൗര്യക്കുട്ടി വിചാരിച്ചു, ഇനി പരീക്ഷ കൂടി എഴുതിയാൽ രക്ഷപ്പെട്ടല്ലോ. പിന്നെ അഗസ്റ്റിൻ സാറിൻ്റെ തല്ലുകൊള്ളേണ്ടി വരില്ല. പരിഹാസം കേൾക്കുകയും വേണ്ട. 3ൽ നിന്ന് 4ാം ക്ലാസ്സിലേക്ക് ജയിച്ചു കയറിയ ശൗരി തൻ്റെ ക്ലാസ് ടീച്ചർ വരുന്നത് കണ്ട് ഞെട്ടിപ്പോയി. അഗസ്റ്റിൻ സാർ. എഴുന്നേറ്റ് നിന്ന് എല്ലാവരും നമസ്തേ സാർ പറഞ്ഞു കഴിഞ്ഞാണ് ശൗരിക്ക് സുബോധം വന്നത്. അവൻ ചാടി എണീറ്റ് നമസ്തേ സാർ പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും ഇരുന്നു കഴിഞ്ഞു. അഗസ്റ്റിൻ സാർ അവനെ അടിമുടിയൊന്നു നോക്കി. ശൗരി തൻ്റെ ക്ലാസ്സിൽ തന്നെ വന്നു ചേർന്നത് സാറിനെ വല്ലാതെ ആഹ്ലാദിപ്പിച്ചിട്ടുണ്ടെന്ന് ആ നോട്ടം കണ്ടപ്പോൾ ശൗരിക്ക് തോന്നി. നിന്റെ പഠിത്തം ഞാൻ ഇതോടെ അവസാനിപ്പിക്കുമിടാ എന്നൊരു ഭീഷണിയും അവൻ കേൾക്കാതെ കേട്ടു. ശൗരിക്കുട്ടി ഇരുന്നു. മേശപ്പുറത്ത് ചൂരൽ കൊണ്ട് 2 അടി അടിച്ചിട്ട് ഓൾ സൈലൻസ് പറഞ്ഞ ശേഷം അഗസ്റ്റിൻ സാർ ഹാജർ വിളിക്കാൻ തുടങ്ങി. ശൗരിക്കുട്ടി ഒരാശ്രയത്തിനായി ക്ലാസ്സിലുള്ള സഹപാഠികളെയെല്ലാം നോക്കി. എവിടെ മൈക്കൽ? ഇല്ല, ക്ലാസ്സിലില്ല. വരാൻ വൈകുന്നതാണോ? ഉച്ചയായപ്പോൾ ശൗരിക്കുട്ടിക്ക് മനസ്സിലായി മൈക്കൽ വേറെ ക്ലാസ്സിലാണ്. അതോടെ ശൗരിക്കുട്ടിയുടെ മനസ്സ് ചത്തു. പിന്നീടങ്ങോട്ട് ശൗരിക്കുട്ടിക്ക് സ്കൂൾ ജീവിതം കഷ്ടകാലമായിരുന്നു. അധ്യായം 31. ശൗരിക്കുട്ടി വരാന്തയിൽ ദുഃഖിതനായി ഇരിക്കുന്നത് കണ്ട് എമിലി മുറ്റത്തുനിന്ന് വിളിച്ചു ചോദിച്ചു കാര്യം എന്താണെന്ന്. അവൻ അമ്മയെ ഒന്ന് നോക്കിയിട്ട് ആ ചോദ്യം മറുപടി അർഹിക്കുന്നില്ല എന്ന മട്ടിൽ മുഖം തിരിച്ചു കളഞ്ഞു. ചാരിയിരിക്കുന്ന തൂണിൽ തന്നെ പിന്നോട്ട് കൈയിട്ട് ചുറ്റിപ്പിടിച്ച് കാലിന്മേൽ കാലും കയറ്റി നീട്ടിവെച്ച് തിണ്ണയുടെ നീളപ്പാടിനാണ് ശൗരിക്കുട്ടിയുടെ ഇരിപ്പ്. അങ്ങനെ വെറുതെ ഇരിക്കുന്നവനല്ല ശൗരിക്കുട്ടി. എമിലി അവൻ്റെ അരികെ ചെന്ന് എളിക്ക് കൈകുത്തി നിന്നുകൊണ്ട് ചോദിച്ചു, എന്നാ പറ്റിയെന്ന് പറയടാ. അമ്മ അറിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെന്തിനാ? എന്നാലും അറിഞ്ഞിരിക്കാമല്ലോ. എന്നാത്തിനാ? ശൗരിക്കുട്ടിക്ക് ആരോടൊന്നില്ലാത്ത ദേഷ്യം. എമിലി തൂണിലേക്ക് ചാരി മുറ്റത്തു തന്നെ നിന്നുകൊണ്ട് ശൗരിക്കുട്ടിയുടെ ശിരസിൽ കൈയൊടിച്ചു. എന്നതാന്ന് പറയടാ, എമിലി കെഞ്ചി. പറഞ്ഞ അമ്മയ്ക്ക് ശരിയാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. മൈക്കേലുമായിട്ട് പിണങ്ങിയാ? എമിലി ചോദിച്ചു. ശൗരിക്കുട്ടി തലതിരിച്ച് എമിലിയെ ഒന്ന് നോക്കി. ഇത്ര കൃത്യമായിട്ട് അമ്മ എങ്ങനെ മനസ്സിലാക്കി എന്നതായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. പിണങ്ങി അല്ലേ? എനിക്ക് തോന്നി. എമിലി പിന്നെയും അവൻ്റെ തലയിലൂടെ കൈയൊടിച്ചു. അതൊരു മരുന്നാണ്. ശൗരിക്കുട്ടി സങ്കടപ്പെട്ടിരിക്കുമ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴും ആ തലയിൽ 5-6 തവണ കൈയോടിച്ചാൽ മതി. ശൗരിക്കുട്ടി മയങ്ങും. പിണങ്ങാൻ എന്നാ കാരണം? അവന് വേറെ കൂട്ടുകിട്ടി. ഇപ്പം എൻ്റെ അടുത്ത് വരുന്നില്ല. അവൻ വരുന്നില്ലെങ്കിൽ നീ അവൻ്റെ അടുത്ത് പോകണം. ഞാൻ ചെല്ലുമ്പോൾ അവന് പീറ്ററുമായിട്ടാ കൂട്ട്. അവനോടാ വർത്തമാനം. അയ്യോടാ, അതെന്നാ പണിയാ അവൻ കാണിച്ചേ? നിന്നെ തഴഞ്ഞിട്ട് പോയോ? അതൊന്നുമല്ല. മൈക്കേലിനെ എമിലി കുറ്റം പറഞ്ഞത് ശൗരിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല.
പീറ്റർ അവന് മുട്ടായി വാങ്ങിച്ചു കൊടുക്കും. എക്ലേഴ്സ്. അതാ, മൈക്കേലിന് എക്ലേഴ്സ് മുട്ടായി വലിയ ഇഷ്ടമാണ്. അത് മനസ്സിലാക്കിയ ശേഷം പീറ്റർ എക്ലേഴ്സ് കൊടുത്താണ് മൈക്കേലിനെ വശീകരിച്ചത്. പീറ്റർ അർത്തുങ്കലെ ഇറച്ചി കച്ചവടക്കാരൻ്റെ മകനാണ്. പീറ്ററിൻ്റെ അപ്പൻ ആൻ്റപ്പൻ്റെ ഇറച്ചിക്കടയിൽ നിന്നാണ് അർത്തുങ്കൽക്കാർ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഇറച്ചി വാങ്ങുന്നത്. കാളയും പോത്തും ആടും കോഴിയും എല്ലാം അവിടെ കിട്ടും. ഒരു ഞായറാഴ്ച കുഞ്ഞന്നയോടൊപ്പം അർത്തുങ്കൽ പള്ളിയിൽ പോയപ്പോൾ ശൗരിക്കുട്ടി കുഞ്ഞന്നയുടെയും ഡെന്നിച്ചിൻ്റെയും ജാനറ്റിൻ്റെയും കണ്ണുപെട്ടിച്ച് പതിയെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. ആൻ്റപ്പൻ്റെ ഇറച്ചിക്കട അന്വേഷിച്ച് നടന്നു. മൈക്കേലിന് ഇഷ്ടം പോലെ എക്ലേഴ്സ് വാങ്ങിക്കൊടുക്കാൻ. പീറ്ററിന് എവിടെ നിന്ന് ഇത്രയധികം പൈസ കിട്ടുന്നു എന്നറിയണം. ഇറച്ചിക്കട നടത്തിയാൽ അത്രമാത്രം പൈസ കിട്ടുമോ? ആൻ്റപ്പൻ്റെ ഇറച്ചിക്കട എവിടെയെന്ന് ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചിട്ടാണ് അവൻ മനസ്സിലാക്കിയത്. അവിടെ ചെന്നപ്പോൾ കണ്ട തിരക്ക് അവനെ അത്ഭുതപ്പെടുത്തി. ആടുമാടുകളെ കൊന്നു തൊലിയുരിച്ച് 4 കാലുകളാക്കി മുറിച്ച് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ആളുകൾ പൈസ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അക്ഷമരായി നിൽക്കുന്നു. 2 പേർ ആടുമാടുകളുടെ കൈകാലുകളിൽ നിന്ന് ഇറച്ചിത്തുണ്ടുകൾ അറുത്തെടുത്ത് ത്രാസിലിട്ട് തൂക്കുന്നു. മറ്റൊരാൾ ഒരു വലിയ മരക്കുറ്റിയിലിട്ട് ഇറച്ചി വെട്ടി നുറുക്കുന്നു. വേറൊരാൾ പണം വാങ്ങി പെട്ടിയിലിടുകയും ബാക്കി നൽകുകയും ചെയ്യുന്നു. ഒരു മേശവലിപ്പ് നിറയെ നോട്ടുകൾ, അതും പല നിറത്തിലും വലുപ്പത്തിലുമുള്ള നോട്ടുകൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നു. ആളുകൾ ഒരു മടിയും കൂടാതെ നോട്ടുകൾ എണ്ണിക്കൊടുക്കുന്നു. അത് വാങ്ങുന്ന ആൾ കീറക്കടലാസ് പോലെ അത്ര അവഗണനയോടെ നോട്ട് കുമ്പാരത്തിലേക്ക് ഇടുകയും അതിനുള്ളിൽ കൈയിട്ട് ചികഞ്ഞ് ബാക്കി കൊടുക്കുകയും ചെയ്യുന്നു. വെറുതെയല്ല കൈ നിറയെ എക്ലേഴ്സ് വാങ്ങാൻ പീറ്ററിൻ്റെ കയ്യിൽ ഇത്രയും പൈസ. ശൗരിക്കുട്ടിക്ക് എല്ലാം മനസ്സിലായി. ഒരു പെട്ടി നിറയെ രൂപ നോട്ടുകളുടെ കൂമ്പാരമുള്ള പീറ്ററിനോട് മത്സരിക്കാൻ തന്നെക്കൊണ്ട് കഴിയില്ല. അവൻ എമിലിയെ ദയനീയമായി നോക്കി. അമ്മ എനിക്ക് എക്ലേഴ്സ് വാങ്ങിക്കാൻ പൈസ തരുമോ? എന്തിനാ ഇപ്പം എക്ലേഴ്സ്? 2 എണ്ണം മതിയമ്മ. മൈക്കേലിന് കൊടുക്കാനാ? ശൗരിക്കുട്ടി കെഞ്ചി. എമിലിയുടെ ഹൃദയം അലിവർന്നു. കൂട്ടുകാരൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. നീ മുട്ടായി വാങ്ങിക്കൊടുത്ത മൈക്കേലിന് നിന്നോട് ഇഷ്ടം തോന്നുമോ? തോന്നിയെങ്കിലോ? അങ്ങനെ നിനക്ക് എന്നും എക്ലേഴ്സ് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ ശൗരി? പീറ്ററിനോട് മത്സരിച്ചാൽ നീ തോറ്റുപോകും. 2 എണ്ണം മതിയമ്മ. എടാ മോനെ, അവനിപ്പോൾ നിന്റെ ക്ലാസ്സിലല്ലല്ലോ പഠിക്കുന്നത്. അവൻ്റെ ക്ലാസ് വേറെയല്ലേ? അവിടെ ഉള്ളവരുമായിട്ടല്ലേ അവന് കൂട്ടുകൂടാൻ എളുപ്പം. ഞാൻ അവൻ്റെ അടുത്തോട്ട് പോകുമല്ലോ, വെളിക്ക് വിടുമ്പോഴും ഉച്ചയ്ക്കും. പിന്നെന്താ? എൻ്റെ മോനെ, ഒരേ ബെഞ്ചിൽ അടുത്തടുത്തിരുന്ന് പഠിക്കുമ്പോൾ തമ്മിൽ ഒരിഷ്ടക്കൂടുതൽ വരും. നിനക്ക് അങ്ങനല്ലേ മൈക്കേലിന് കിട്ടിയത്? അല്ലേ? അവർ തമ്മിൽ കൂട്ടുകൂടട്ട്. നിന്റെ ക്ലാസ്സിൽ നിന്റെ അടുത്തിരിക്കുന്നവരുമായിട്ട് വേണ്ടേ നീ കൂട്ടുകൂടാൻ? വേണ്ട. ശൗരിക്കുട്ടിക്ക് സങ്കടം വന്നു. മൈക്കേലിനെ ആർക്കും വിട്ടുകൊടുക്കാൻ അവന് വയ്യ. അത് ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിൽ ഒരു വേദനയാണ്. ആ വേദന എവിടെയാണെന്ന് പോലും അവന് തിരിച്ചറിയാം. ഇടതുമാറിൽ നെഞ്ചിൻ്റെ അസ്ഥിക്കൂട് കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നിടത്തു നിന്ന് 1 ഇഞ്ച് ഇടത്തോട്ട് മാറി ഏറ്റവും താഴത്തെ വാരിയലിന് താഴെ 4C സൈഡ് ബെഞ്ചിൽ പീറ്ററും മൈക്കേലും മുട്ടിയൊരുമിയിരിക്കുന്നത് കാണുമ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്ത് ഉള്ളിൽ കശാപ്പ് കത്തികൊണ്ട് കുത്തേറ്റ പോലെ ഒരു വേദന ഇരുന്ന് വിങ്ങും. മൈക്കേൽ പീറ്ററിൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് സ്കൂൾ അങ്കണത്തിൽ കൂടി നടക്കുന്നത് കാണുമ്പോൾ ആ കത്തി നെഞ്ചിലേക്ക് ഒന്നുകൂടി താഴും. വേദനയും വിങ്ങലും വർദ്ധിക്കും. ക്ലാസ്സിൽ തിരിച്ചു വന്നിരുന്നാലും ആ വിങ്ങൽ മാറില്ല. മൈക്കേലിനെയും പീറ്ററിനെയും ഒരുമിച്ച് ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിൽ ഒരാന്തലാണ്. ശൗരിക്കുട്ടി രാത്രിയിൽ ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഇതെല്ലാം ഓർമ്മ വരും. അപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് നീരൊലിച്ച് അനേകം ഭൂപടങ്ങളുള്ള തലയണയിൽ വീഴും. ചില നേരത്ത് പീറ്ററിനെ കൊല്ലണമെന്ന് ശൗരിക്കുട്ടിക്ക് തോന്നും. അവന് മൈക്കേലിനോട് പറയണമെന്നുണ്ട്. പീറ്ററിൻ്റെ അപ്പൻ പോത്തിനെയും കാളയെയും കൊന്ന് ഇറച്ചി വിറ്റ പൈസ മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ടാണ് നിനക്ക് മുട്ടായി വാങ്ങിത്തരുന്നത്. ആ പൈസ ഒന്നിനും കൊള്ളത്തില്ല. ആ പൈസ കൊടുത്ത് വാങ്ങിയ മുട്ടായി തിന്നാൽ വയറ്റിൽ വേദനയും കുടലിൽ പുഴുക്കളും ഉണ്ടാകും. അമ്മ, 2 എക്ലേഴ്സ്, 1 രൂപ മതി. കടപ്പുറത്ത് വറുതിയുടെ കാലമാണ്. കടലിൽ പണിയില്ല. ട്രോളിംഗ് നിരോധനം ഒരു വശത്ത്, മോശമായ കാലാവസ്ഥ മറുവശത്ത്. അതും പോരാഞ്ഞ് കടല് കൂടുതലായതുകൊണ്ട് ചെല്ലിക്കടപ്പുറത്ത് വള്ളം അടുക്കുന്നില്ല. വള്ളങ്ങളെല്ലാം പുന്നപ്പുറ പള്ളിയിലോ തോട്ടപ്പള്ളിയിലോ ആണ് അടുക്കുന്നതും മീനിറക്കുന്നതും. അതിനാൽ ചെല്ലിക്കടപ്പുറത്തെ ടാർപോളിൻ കടകൾ ചുരുട്ടിക്കെട്ടി. എന്നിട്ടും മകൻ കെഞ്ചിയപ്പോൾ എമിലി എവിടുന്നോ 2 രൂപ സംഘടിപ്പിച്ച് ശൗരിക്കുട്ടിക്ക് കൊടുത്തു. ശൗരിക്കുട്ടി പിറ്റേന്ന് കാരക്കാട്ട് സൈമൺ മുതലാളിയെപ്പോലെയാണ് സ്കൂളിലേക്ക് പോയത്. രാവിലെ പോയ പോക്കിൽ അവൻ ചെത്തി ജംഗ്ഷനിലെ കടയിൽ എക്ലേഴ്സ് ചോദിച്ചെങ്കിലും കിട്ടിയില്ല. അവിടില്ല ആ മിഠായി. ഉച്ചയ്ക്ക് അവൻ ഉച്ചക്കഞ്ഞിക്ക് നിൽക്കാതെ അർത്തുങ്കൽ പള്ളി ജംഗ്ഷനിലേക്ക് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. അവിടെ ചെന്നപ്പോൾ സംഗതി കിട്ടാനുണ്ട്. 2 രൂപ കൊടുത്ത് 2 എണ്ണം വാങ്ങി.
അതുമായി തിരിച്ചോടി. സ്കൂളിലെത്തിയപ്പോഴേക്കും ക്ലാസ്സിൽ കയറാനുള്ള മണിയടിച്ചു. എന്നാലും ശൗരിക്കുട്ടിക്ക് സന്തോഷമായിരുന്നു. തൻ്റെ കയ്യിൽ 2 എക്ലെയർസ് ഉണ്ടല്ലോ. വെറും എക്ലെയർസ് അല്ല, മൈക്കേലിന് കൊടുക്കാനുള്ള എക്ലെയർസ്. അതിന് 2 രൂപയുടെ വിലയല്ല, 2000 രൂപയുടെ വിലയല്ല, 2 കോടി രൂപയുടെ വിലയുമല്ല. ശൗരിക്കുട്ടിയുടെ ഹൃദയത്തിന് എന്തു വിലയുണ്ടോ അത്രയുമാണ്. തന്നേക്കാൾ ധനവാനായി ഈ ലോകത്ത് ആരുമില്ലെന്ന് ശൗരിക്കുട്ടിക്ക് തോന്നി. താൻ ആ മിഠായികൾ മൈക്കേലിന് കൊടുക്കുന്നതും അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങുന്നതും അവൻ സ്നേഹത്തോടെ തന്നെ നോക്കുന്നതും അതിൻ്റെ വർണ്ണക്കടലാസ് തുറന്ന് മിഠായി എടുത്ത് വായിലിടുന്നതും തൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് നടക്കുന്നതും എല്ലാം ഓർത്തപ്പോൾ ശൗരിക്കുട്ടിക്ക് കുളിരുകോരിയിട്ടു. എന്തൊരാനന്ദം! സ്കൂൾ വിടാനുള്ള സമയം അടുക്കും തോറും ശൗരിക്കുട്ടിയുടെ ഹൃദയം തുടികൊട്ടി തുടങ്ങി. പരിഭവത്തിലിരിക്കുന്ന പ്രിയ കാമുകയെ കാണാനും ഇണങ്ങാനും അക്ഷമയോടെ ചെല്ലുന്ന കാമുകൻ്റെ മനസ്സായിരുന്നു അപ്പോൾ അവന്. അന്നേ ദിവസം ക്ലാസ്സിൽ ഏതൊക്കെ ടീച്ചർമാർ വന്നുപോയെന്ന് അവനറിഞ്ഞുകൂടാ. പഠിപ്പിച്ച വിഷയം ഏതൊക്കെയെന്ന് അവനറിഞ്ഞുകൂടാ. അവൻ്റെ കണ്ണിൽ ഒരു കാഴ്ചയുമില്ല. അവൻ്റെ ചെവിയിലേക്ക് ഒരു ശബ്ദവും കയറുന്നില്ല. അവൻ്റെ മനസ്സിൽ മൈക്കേലും അവനു കൊടുക്കാൻ കരുതിവെച്ച മിഠായിയും മാത്രമേയുള്ളൂ. സ്കൂൾ വിടാനുള്ള മണിയടിച്ചപ്പോൾ ഒരു നിമിഷം അവൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചു. പിന്നെ പുസ്തകസഞ്ചിയുമെടുത്ത് അവൻ സ്കൂൾ വരാന്തയിലേക്ക് കുതിച്ചോടി. മൈക്കേലിനെ 4th സിയിൽ നോക്കിയിട്ട് കാണാനില്ല. കുട്ടികൾ ക്ലാസ് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശൗരി വരാന്തയിൽ നിന്ന് സ്കൂൾ മുറ്റത്തേക്ക് ചാടി ഗേറ്റിലേക്ക് ഓടി. ഹാവു, മൈക്കേലിനെ കണ്ടു. ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങുന്നു. പീറ്ററുമുണ്ട് കൂടെ. കുട്ടികളെ തള്ളി നീക്കിയും വകഞ്ഞു മാറ്റിയും അവൻ ഓടി. മൈക്കേലിൻ്റെ അടുത്തെത്തി. പ്രണയാർദ്രമായ സ്വരത്തിൽ അവൻ പേര് ചൊല്ലി വിളിച്ചു, മൈക്കേൽ. മൈക്കേൽ തിരിഞ്ഞു നോക്കി. ശൗരി. മൈക്കേൽ അവനെ നോക്കി മന്ദഹസിച്ചു. അവന് ശൗരിക്കുട്ടിയോട് ഒരു പിണക്കവുമില്ല. പീറ്റർ അവനോട് ചോദിച്ചു, എന്താടാ? ശൗരിക്കുട്ടി ഒന്നും മിണ്ടാതെ പോക്കറ്റിൽ നിന്ന് 2 എക്ലെയർസ് എടുത്ത് മൈക്കേലിൻ്റെ നേർക്ക് നീട്ടി. അയ്യേ, എക്ലെയർസോ? പീറ്റർ അവനെ പരിഹസിച്ചു. എടാ മൈക്കലെ, ഇത് രണ്ടും നിനക്ക് തരാൻ വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നതാ. നീ വാങ്ങണ്ട കേട്ടാ മൈക്കലെ, നമ്മളിപ്പോൾ 5 സ്റ്റാറിലെ തിന്നണേ. പീറ്റർ പോക്കറ്റിൽ നിന്ന് 2 5 സ്റ്റാർ ചോക്ലേറ്റുകൾ എടുത്തു കാട്ടി. അതിലൊരെണ്ണം മൈക്കേലിന് കൊടുത്തു. മൈക്കേൽ അത് വാങ്ങി. ശൗരിക്കുട്ടിയുടെ മുഖം മങ്ങിപ്പോയി. എനിക്ക് വേണ്ടടാ, നീ തിന്നോ, മൈക്കേൽ പറഞ്ഞു. ശൗരിക്കുട്ടി അതൊന്നും കേട്ടില്ല. ജീവന്റെ ജീവനായി സമർപ്പിച്ച പ്രണയം നിരാകരിക്കപ്പെട്ട കണക്ക് അവൻ സ്തംഭിച്ചു നിന്നു. മൈക്കേലും പീറ്ററും കടന്നുപോയി. പോകുന്ന പോക്കിൽ പീറ്റർ ശൗരിയെ കളിയാക്കി എന്തോ പറഞ്ഞു ചിരിച്ചു. അപ്പോൾ മൈക്കേൽ തിരിഞ്ഞ് ശൗരിയെ നോക്കി. ശൗരി അങ്ങനെ തന്നെ നിൽപ്പാണ്. മൈക്കേലിന് ഒരു വല്ലായ്മ തോന്നി. അവൻ നിന്നു. നീ വാടാ, അവൻ പൊക്കോട്ട്. പീറ്റർ അവൻ്റെ തോളത്ത് കൈയിട്ട് പിടിച്ചുകൊണ്ടുപോയി. ചന്നം പിന്നം മഴ ചാറുന്നുണ്ടായിരുന്നു. ശൗരിക്കുട്ടിയുടെ ഉടലിലും മുഖത്തും അത് അപ്പോൾ തന്നെ ആവിയായിപ്പോയി. മഴ വീഴുന്നതൊന്നും അവൻ അറിയുന്നേയില്ല. മണലിൽ പുതയുന്ന പാദങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് അവൻ നടന്നു. കടലിൻ്റെ അലർച്ച ചെവിയിൽ വന്നലച്ചപ്പോൾ അവൻ മുഖമുയർത്തു നോക്കി. തൊട്ടു മുൻപിൽ ഉരുണ്ടുമറിയുന്ന തിരമാലകൾ. താൻ കടപ്പുറത്ത്. കടലിൻ്റെ ഇത്രയടുത്ത് എങ്ങനെ എത്തിയെന്ന് അവന് മനസ്സിലായതുപോലുമില്ല. പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നനഞ്ഞ മണ്ണിൽ പൊതിഞ്ഞ തൻ്റെ കാൽപ്പാടുകൾ തെങ്ങും പറമ്പു വരെ പതിഞ്ഞു കിടക്കുന്നത് അവൻ കണ്ടു. തൊട്ടുമുൻപിൽ ശോഭിച്ചലർന്ന തിരമാലകളെ നോക്കി അവൻ അല്പനേരം നിന്നു. ട്രൗസറിൻ്റെ പോക്കറ്റിൽ കിടന്ന എക്ലെയർസ് എടുത്തു നോക്കി. അത് രണ്ടിനും പീറ്ററിൻ്റെ മുഖമാണെന്ന് അവന് തോന്നി. അത് പരിഹസിച്ച് ചിരിക്കുന്നുണ്ട്. ശൗരിക്കുട്ടി അത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. മൈക്കേലിനെ ഓർത്തപ്പോൾ നെഞ്ചിന് തൊട്ടു താഴെ ഒരു വേദനയുണ്ടായി. ഇത്തവണ അത് അവൻ്റെ കണ്ണു നിറച്ചു. നെറ്റിയിലൂടെ ഒഴുകിവന്ന മഴവെള്ളവും അവൻ്റെ കണ്ണിലെ ചുടുനീരും ഒന്നിച്ച് കവിളത്തേക്ക് വാർന്നു വീണു. അധ്യായം 32. കടപ്പുറത്ത് നടക്കാനിറങ്ങിയതായിരുന്നു ശൗരിക്കുട്ടി. വെറുതെ ഒരു അലസ നടത്തം. ഞായറാഴ്ചയാണ്, ക്ലാസ്സില്ല. കടപ്പുറത്ത് ചാകരയില്ല, മീനില്ല, കടലിൽ പണിയുമില്ല. പക്ഷേ ആരൊക്കെയോ ബൈക്കിലും കാറിലുമൊക്കെയായി വന്ന് കടപ്പുറത്ത് കളിക്കുകയും ചെറിയ ക്യാമറയിൽ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. 3 സ്ത്രീകളും 2 പുരുഷന്മാരും ഫ്ലൈയിങ് ഡിസ്ക് എറിഞ്ഞ് കളിക്കുന്നു. കുട്ടികൾ പൂഴിമണ്ണിലൂടെ ഒച്ചവെച്ച ഓടുകയും മണലിനു മീതെ കൈകാൽ മുട്ടുകളൊന്നി അറിഞ്ഞുകൊണ്ട് കമിഴ്ന്നു വീഴുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കടലേറ്റമുണ്ടായിരുന്നതിനാൽ കരയ്ക്കും കടലിനുമിടയിൽ ഒരു മണൽത്തിട്ട രൂപം കൊണ്ടിട്ടുണ്ട്. ഒടിഞ്ഞു വരുന്ന തിര കരയിലേക്ക് പരന്ന് പതഞ്ഞു കയറുകയില്ല. ചെറിയ മണൽത്തിട്ടയിലിടിച്ച് പിൻവാങ്ങുകയാണ്. തിട്ടയ്ക്ക് 2 അടിയോളമേ ഉയരമുള്ളുവെങ്കിലും തിരമാല അതിൽ വന്നിടിച്ച് തിരികെ പോയിക്കൊള്ളും. 2 കാറുകൾ കടപ്പുറത്ത് കിടപ്പുണ്ട്. 3 ബൈക്കുകളും കണ്ടു. മുതിർന്നവരുടെ ഫ്ലൈയിങ് ഡിസ്ക് കളി കണ്ട് ശൗരിക്കുട്ടിക്ക് കൊതിയായി. അതുപോലെ ഒരെണ്ണം തനിക്കുമുണ്ടായിരുന്നെങ്കിൽ.
2 ചെറിയ ആൺകുട്ടികളും ഒരു കൊച്ചു പെൺകുട്ടിയും പ്ലാസ്റ്റിക് ബോൾ തൊഴിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ഒരു തവണ പന്ത് ഉരുണ്ട് മണൽത്തിട്ടയ്ക്കപ്പുറത്തേക്ക് വീണു. കുട്ടികൾ 3 പേരും തിട്ടയുടെ അരികത്തേക്ക് പോയി എത്തി നോക്കുന്നത് ശൗരിക്കുട്ടി കണ്ടു. മണൽത്തിട്ടയുടെ വിളുമ്പത്ത് ചവിട്ടിയാൽ തിട്ടയിടിഞ്ഞ ആരെങ്കിലും വീഴുമല്ലോ എന്ന് ശൗരിക്കുട്ടി ഓർത്തതേയുള്ളൂ. ഒരാൾ വീണു കഴിഞ്ഞു. ഒരു തിര പാമ്പുപത്തി വിരിച്ച പോലെ കരയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അത് എത്തും മുൻപേ താഴെ വീണ പെൺകുട്ടി എഴുന്നേറ്റ് തിട്ടയിലേക്ക് കയറും എന്നാണ് ശൗരിക്കുട്ടി വിചാരിച്ചത്. തിട്ടയുടെ മുകളിൽ നിന്ന് ഒരു കുട്ടി കൈ നീട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ തിര വന്ന് ഒടിയുന്നത് ശൗരിക്കുട്ടി കണ്ടു. മണൽത്തിരയിൽ അത് വന്നിടിച്ച ശബ്ദം വലുതായിരുന്നു. കടൽ ജലം മുകളിലേക്ക് തെറിച്ചു വന്നപ്പോൾ കുട്ടികൾ രണ്ടും ഭയന്ന് പിന്നോക്കം മാറി. ശൗരിക്കുട്ടി ചാടി എണീറ്റ് നോക്കി. കുട്ടികളുടെ നിലവിളിയാണ് പിന്നെ കേട്ടത്. ഫ്ലൈയിങ് ഡിസ്ക് കളിച്ചുകൊണ്ടിരുന്ന മുതിർന്നവർ പാഞ്ഞു പോകുന്നത് കണ്ട് ശൗരിക്കുട്ടി ഒരു നിമിഷം അന്തം വിട്ടു നിന്നു. തിട്ടയിലിടിച്ച് പിൻവാങ്ങിപ്പോയ തിരയ്ക്ക് മീതെ ചുവന്ന പ്ലാസ്റ്റിക് ബോൾ കിടന്ന് ചാഞ്ചാടുന്നത് അവൻ കണ്ടു. അതിനടുത്തുകൂടി വെള്ളത്തിൽ മുങ്ങിയ നിലയിൽ ഒരു മഞ്ഞക്കുപ്പായം ഊർന്നു പോകുന്നു. അപ്പോഴേക്കും അടുത്ത തിര പണം വിടർത്തി വന്നു കഴിഞ്ഞു. ജലപ്പരപ്പിൽ തുള്ളി നിന്ന പ്ലാസ്റ്റിക് ബോളിനെ ആ തിരയുടെ കൈകൾ ഏറ്റുവാങ്ങി കരയിലേക്ക് കൊണ്ടുവന്നു. മഞ്ഞക്കുപ്പായം കാണാനേയില്ല. ശൗരിക്കുട്ടി കടലിന് നേർക്ക് പാഞ്ഞു. സ്ത്രീകൾ മണൽത്തിട്ടയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്ന് അലമുറയിട്ട് കരയുന്നു. കടലിലേക്ക് കൈ ചൂണ്ടുന്ന പുരുഷന്മാർ തിരമാലകളെ ഭേദിച്ച് കടലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അരയ്ക്കൊപ്പം വെള്ളത്തിലിറങ്ങിയപ്പോഴേക്കും തിരമാല വന്ന് അവരെ മറിച്ചിടുന്നു. മണൽത്തിട്ട ഇടിഞ്ഞ് താഴെ വീണ പെൺകുട്ടിയെ കാണാനേയില്ല. അയ്യോ, ആരെങ്കിലും ഓടി വരണേ, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. ഒരമ്മ മകളുടെ പ്രാണനു വേണ്ടി കരയിൽ ആശ്രയം തേടി അലറി വിളിക്കുകയാണ്. ശൗരി കടപ്പുറത്തേക്ക് നോക്കി. ആരെങ്കിലും ഓടി വരുന്നുണ്ടോ? ഇല്ല. കടലിലേക്കിറങ്ങിയ പുരുഷന്മാരിൽ ഒരാളെ കടൽ അല്പദൂരം വലിച്ചുകൊണ്ടുപോയി. മറ്റേയാൾ തിരക്കയിൽ നിന്ന് അയാളെ പിടിച്ചെടുത്ത് കരയ്ക്ക് വലിച്ചുകൊണ്ടുവന്നു. ശൗരിക്കുട്ടി പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഒറ്റ കുതിപ്പിന് കടലിൽ ചാടി. അവനെ മലർത്തിയടിക്കാൻ വന്ന തിരയ്ക്ക് നേരെ തലകുനിച്ച് താണു മുങ്ങി. ആ തിര കടന്നുപോയ ശേഷം ഏതാനും നിമിഷത്തേക്ക് അവനെ ആരും കണ്ടില്ല. അടുത്ത ക്ഷണം അവർ വിചാരിച്ചതിനേക്കാൾ അകലെ നീർനായ മറിഞ്ഞതുപോലെ അവൻ്റെ തല കടൽപ്പരപ്പിന് മീതെ കണ്ടു. ശൗരിക്കുട്ടി തലതിരിച്ച് കരയ്ക്കൊന്നു നോക്കി. പെൺകുട്ടി വീണ സ്ഥലവും വെള്ളത്തിനടിയിൽ മഞ്ഞുടുപ്പ് കണ്ടതും മനസ്സുകൊണ്ട് തിട്ടപ്പെടുത്തി. ശ്വാസം വലിച്ചെടുത്ത് ഒന്നുകൂടി മുങ്ങി. അകവലിവ് കൂടുതലാണ്. മുകളിൽ തിര കരയിലേക്ക് പായുമ്പോൾ അടിയൊഴുക്ക് കടലിലേക്കാണ്. ചെവിക്കല്ല് പൊട്ടുന്ന ആഴത്തണുപ്പിൽ കൈകൾ വിരിച്ച് ഇഴഞ്ഞു നീങ്ങവേ മഞ്ഞ ഉടുപ്പിൻ്റെ ഇളക്കം അവൻ്റെ കണ്ണിൽപ്പെട്ടു. ഉലഞ്ഞും മറിഞ്ഞും പോവുകയാണ്. ഉടുപ്പിനറ്റത്ത് അവൻ എത്തിപ്പിടിച്ചു. പിന്നെ മുടിയിൽ. ഒരു കൈകൊണ്ടും 2 കാലുകൾ കൊണ്ടും മുകളിലേക്ക് കുതിച്ചു തുടഞ്ഞു. ശ്വാസം മുട്ടുന്നു. ഇപ്പോൾ കിട്ടണം ശ്വാസം. ഈ നിമിഷം അവൻ തലയൊന്നു വെട്ടിച്ച് കുനിഞ്ഞ് ഉമിനീരിറക്കി. ജലപ്പരപ്പിന് മീതെ തലയെത്തി. മുഖം മലർത്തി ശ്വാസം ഏങ്ങി വലിച്ചു. വലം കൈകൊണ്ട് മഞ്ഞക്കുപ്പായക്കാരിയുടെ തലയും വെള്ളത്തിനു മീതെ പൊന്തിച്ചു. സ്വന്തം പ്രാണൻ രക്ഷപ്പെട്ട ആശ്വാസമായിരുന്നു ആദ്യം. അവൻ നേരെ കരയ്ക്ക് നീന്തി. അപ്പോഴേക്കും കടപ്പുറത്ത് കറങ്ങാൻ ബൈക്കിൽ വന്ന ചെറുപ്പക്കാരും ചില കടപ്പുറം നിവാസികളും പാഞ്ഞെത്തിയിരുന്നു. കഴുത്തൊപ്പം വെള്ളത്തിലേക്ക് അടുത്തപ്പോഴേക്കും ആരൊക്കെയോ കടലിലേക്ക് ഇറങ്ങി വന്ന് ശൗരിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ പിടിച്ചെടുത്തു. അത് ബോധം കെട്ടുപോയിരുന്നു. ആളുകൾ അതിനെ കരയ്ക്ക് കൊണ്ടുപോയി തലകീഴായി പിടിച്ച് കുടയുകയും കാൽമുട്ടിന് മീതെ കമിഴ്ത്തിപ്പിടിച്ച് പുറത്ത് അമർത്തുകയുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ശൗരിക്കുട്ടി അരയ്ക്ക് മീതെ കടൽ വെള്ളത്തിൽ നിന്ന് ആ കാഴ്ചയെല്ലാം കണ്ടു. ഒടുവിൽ കുട്ടിയെ എടുത്തുകൊണ്ട് അവർ കാറിനടുത്തേക്ക് ഓടുമ്പോഴും അവൻ കടൽ വെള്ളത്തിൽ തന്നെ നിൽക്കുകയായിരുന്നു. അയൽക്കാർ പലരും എമിലിയുടെ വീട്ടിൽ വന്നു പോയിക്കൊണ്ടിരുന്നു. ശൗരിക്കുട്ടിയെ ഒന്ന് കാണാനും അഭിനന്ദിക്കാനും വേണ്ടി വരുന്നതാണ്. പക്ഷേ ശൗരി എവിടെ പോയെന്ന് അറിയില്ല. കടലിൽ നിന്ന് അവൻ കരയ്ക്ക് കയറി നിൽക്കുന്നത് കണ്ടവരുണ്ട്. ഷർട്ട് ഊരി തോളത്തിട്ടുകൊണ്ട് കടപ്പുറത്തൂടെ തെക്കോട്ട് അവൻ നടന്നു പോകുന്നത് കണ്ടുവെന്ന് ആരോ പറഞ്ഞത് മാത്രമാണ് എമിലിക്ക് ഒരാശ്വാസം. അവൻ ജീവനോടെ കടലിൽ നിന്ന് കയറി വന്നല്ലോ. എൻ്റെ എമിലിയെ, ആ കൊച്ചു പോയതായിരുന്നു. കരയ്ക്കുന്ന ഒരു 50-60 മാറ് അകലം വരെ പോയി. അത്രേ ദൂരം കടലെടുത്തോണ്ട് പോയ ഒരാളിനെ ജീവനോടെ തിരിച്ചു കിട്ടുവോ? ഇല്ല. കാട്ടുങ്കൽ ഈശുട്ടി അല്പം പെരുപ്പിച്ചാണ് എമിലിയോട് പറഞ്ഞത്. പെണ്ണുങ്ങളുടെ നിലവിളി കേട്ടോണ്ട് ഞാൻ ഓടിച്ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താന്ന് വിചാരിച്ച? കടലിൽ തിരയല്ലാതെ ഒന്നും കാണാനില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദാ 50 മാറ് ദൂരെ വെള്ളത്തിനു മേലെ ഒരു തല പൊങ്ങി. ശൗര്യയുടെ തലയാത്. അവൻ്റെ വലത്തെ കൈ വേറൊരു തല. അതും പിടിച്ചോണ്ട് നീന്തി വരുക ഒറ്റ കൈക്ക്. ഇങ്ങ് കരയ്ക്കടുത്തപ്പോഴാ അറിയുന്നേ അതൊരു പെങ്കൊച്ചാണെന്ന്. എമിലിയുടെ നെഞ്ചെടുപ്പ് ആ നേരം 3 ഇരട്ടിയായി. അവൻ്റെ ചങ്കറുപ്പ് സമ്മതിക്കണം കേട്ടാ, ഈശുട്ടി കൂട്ടിച്ചേർത്തു.
ശൗരിക്കുട്ടി ഈ സമയം നനഞ്ഞ ട്രൗസറും ഷർട്ടും ഊരിപ്പിഴിഞ്ഞ് പുലിമുട്ടിൻ്റെ പാറമേൽ ഉണങ്ങാൻ പിരിച്ചിട്ട് അതിനടുത്തു തന്നെ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരുന്നാൽ ചെല്ലിക്കടപ്പുറം കാണാം. അവിടെ 2-4 പേർ ചുറ്റിത്തിരിയുന്നുണ്ട്. താൻ വലിയ മണ്ടത്തരമാണ് കാണിച്ചതെന്ന് ശൗരിക്കുട്ടിക്ക് ഇപ്പോഴാണ് ബോധ്യം വന്നത്. ഒരു വീണ്ടു വിചാരവുമില്ലാത്ത എടുത്തുചാട്ടമായിപ്പോയി. ചെവി രണ്ടും കുത്തിപ്പറിക്കുന്ന വേദന. താൻ എന്തിനാണ് അത്രയും ആഴത്തിലേക്ക് പോയത്? കടൽ വലിവ് അറിയാമായിരുന്നിട്ട് കൂടി ഒരു ചുഴിയിലെങ്ങാനും പെട്ടുപോയിരുന്നെങ്കിലോ? ഒന്നും വേണ്ട, കടലിന് മീതെ തലപൊക്കാൻ 2 സെക്കൻഡ് കൂടി വൈകിയിരുന്നെങ്കിലോ? വെള്ളം കുടിച്ച് കുഴഞ്ഞതു തന്നെ. ശൗരിക്കുട്ടി അപ്പോൾ ജർമ്മിച്ചായനെ ഓർത്തു. അവനെ കടലിൽ നീന്താൻ പഠിപ്പിച്ചയാൾ, കടലൊഴുക്കിൻ്റെ ഗതിവിഗതികൾ അവന് ചൊല്ലിക്കൊടുത്ത ആൾ ഇപ്പോൾ ജർമ്മിച്ചായനുണ്ടായിരുന്നെങ്കിലോ? തന്നെ വിളിച്ച് അടുത്തിരുത്തി പറഞ്ഞേനെ, എടാ ശൗരി, നീ വേണ്ടാത്ത പണിയാ കാണിച്ചത് കേട്ടാ. എന്നിട്ടൊരു ചിരി ചിരിക്കും. ആ പോട്ടെ, സാരമില്ല, ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയല്ലോ. ജീവൻ രക്ഷപ്പെട്ടോ? ആവോ, കാറിലെടുത്തിട്ട് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ശൗരിക്കുട്ടി പാറമേൽ വിരിച്ചിട്ട ഷർട്ടും ട്രൗസറും പിടിച്ചു നോക്കി. ഒന്ന് വാടിയിട്ടേ ഉള്ളൂ, മതി, ബാക്കി ദേഹത്ത് കിടന്ന് ഉണങ്ങട്ടെ. അവൻ ട്രൗസറും ഷർട്ടും എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു. അവിടെ എമിലി വായി നിറച്ച് ശകാരവുമായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നീ എന്ത് കണ്ടിട്ടാ ശൗരി കടലിൽ ചാടിയത്? നീ ആരാ? നീന്തലും മുങ്ങലും പഠിച്ച നേവിക്കാരനോ? അല്ലല്ല. അവനവൻ്റെ ജീവനേക്കായാലും വലിയ ജീവനുണ്ടോ? ഉണ്ടോടെ ശൗരി? ആ കടപ്പുറത്ത് അത്രയും പേരുണ്ടായിരുന്നല്ലോ. ആരെങ്കിലും ചാടിയാ? ആ കൊച്ചിൻ്റെ തന്തയും തള്ളയും ഉണ്ടായിരുന്നല്ലോ. അവർ ചാടിയാ? ഇല്ലല്ല. പിന്നെ നിനക്കെന്തിൻ്റെ കേടായിരുന്നെന്നാ ഞാൻ ചോദിച്ചേ. ശൗരിക്ക് മിണ്ടാട്ടമില്ല. അമ്മയും വല്യമ്മച്ചയും തന്നെ അഭിനന്ദിക്കുമെന്നായിരുന്നു അവൻ്റെ പ്രതീക്ഷ. നിനക്ക് വല്ലതും പറ്റിപ്പോയാ ആർക്കാ ശൗരിക്കുട്ടി നഷ്ടം? എനിക്ക്. അവർക്ക് വല്ല നഷ്ടമുണ്ടോ? കടലിൽ ചാടി മുങ്ങിയേക്കണ്. ശൗരി ഒരക്ഷരം മിണ്ടാതെ ഇരുന്ന ശകാരം മുഴുവൻ കേട്ടു. ഒടുവിൽ എമിലിയുടെ സ്വരത്തിൽ നിന്ന് ശകാരധ്വനി അപ്രത്യക്ഷമായി. നീ രക്ഷിച്ച കൊച്ചിന് എന്നാ പ്രായം വരും? ആ, ശൗരി കൈമലർത്തി. അതേത് വീട്ടിലെ കൊച്ചാ? അറിയില്ല. നീ അതിനെ ശരിക്കും കണ്ടോ? ഇല്ല. അതാണോ പെണ്ണോ? പെൺകുട്ടിയാ. നീ മുമ്പ് അതിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി കണ്ട അറിയോടാ? അതിനും ശൗരി ഇല്ലെന്നു തന്നെ പറഞ്ഞു. അവനറിയില്ല. അവൻ ആ പെൺകുട്ടിയുടെ മുഖം കണ്ടതായി ഓർക്കുന്നില്ല. കടപ്പുറത്ത് പന്തിന് പുറകെ ഓടിയ ഒരു കുട്ടി 4-5 വയസ്സ് കാണും. പക്ഷേ അവൾക്ക് പന്ത് പിടിക്കാനോ അതിൽ തൊഴിക്കാനോ അറിയില്ലായിരുന്നു. അവൾ പന്ത് തൊഴിക്കാൻ ശ്രമിച്ചപ്പോൾ വെട്ടിയിട്ട പോലെ വീണു. അപ്പോൾ ആൺകുട്ടികൾ ആർത്തു ചിരിച്ചു. അത് കണ്ട് ശൗരിക്കുട്ടിയും ചിരിച്ചതാണ്. അവളുടെ മുഖം വ്യക്തമായി കാണാനാവാത്തത്ര അകലെയായിരുന്നു ശൗരി. അപ്പോൾ അവളുടെ തലമുടി തല നിറഞ്ഞു കവിഞ്ഞ് കഴുത്തിനു ചുറ്റും മുഖത്തുമെല്ലാം അലയലയായി വീഴുന്നുണ്ടായിരുന്നു. കടലിനടിയിൽ വെച്ച് അവളെ കണ്ടപ്പോൾ മുങ്ങിപ്പോയ ഒരു വലിയ കളിപ്പാവയാണെന്നാണ് തോന്നിയത്. പിന്നീട് അവൻ അവളെ കണ്ടതേയില്ല. ഒരു കൈയിൽ അവളുടെ ജീവൻ പിടിച്ചുകൊണ്ട് മറുകൈകൊണ്ട് കരയ്ക്ക് ആഞ്ഞു തുഴയുകയായിരുന്നു. കര പറ്റും മുൻപേ ആളുകൾ അവളെ പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയി. അവൾ ആരാണ്? എവിടുന്ന് വന്നു? അവൾക്ക് എന്തു സംഭവിച്ചു? ഒന്നും അറിയില്ല. അറിഞ്ഞിട്ട് എന്തു കാര്യം? വൈകുന്നേരമായപ്പോൾ കൃത്യമായ വിവരം കിട്ടി. ചേന്നവേലി പ്രദേശത്ത് താമസിക്കുന്ന അറയ്ക്കൽ ചാർലിയുടെ ഇളയ മകൾ സോണിയ റോസാണ് കടലിൽ വീണ് ഒലിച്ചുപോയതും ശൗരിക്കുട്ടി രക്ഷപ്പെടുത്തിയതും. ചേർത്തല KCM ഹോസ്പിറ്റലിൽ അവൾ സുഖം പ്രാപിച്ചു വരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ എമിലി ശൗരിക്കുട്ടിയുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, അമ്മയുടെ പേടി കൊണ്ടാ വഴക്ക് പറഞ്ഞത് കേട്ടാ. നീ ചെയ്തത് നല്ല കാര്യാ. ഒരു ജീവൻ രക്ഷിച്ചില്ലേ? ആരായാലെന്താ? ശൗരിക്കുട്ടി ഒന്നും മിണ്ടാതെ വീർപ്പടക്കി. എല്ലാവരും പറയണ എൻ്റെ മോൻ ചങ്കുറപ്പുള്ളവനാണെന്ന്. വേറാരും അങ്ങനെ കടലിൽ ചാടി രക്ഷിക്കാൻ നോക്കത്തില്ലെന്ന്. അമ്മയ്ക്ക് അത് കേൾക്കുന്നതിനേക്കായാലും വലിയ സന്തോഷമുണ്ടോ? ശൗരിക്കുട്ടിയുടെ മനസ്സ് നിറഞ്ഞു. ഇതിനപ്പുറത്ത് ഒരംഗീകാരം അവന് വേണ്ട. ആ കുട്ടികളുടെ കളിയും കടപ്പുറവും അവളെ തിരയെടുത്തു കൊണ്ടുപോയതും എല്ലാം ഓർത്തുകൊണ്ട് അവൻ കിടന്നു. ഉറക്കത്തിൽ അവൻ അതുതന്നെ സ്വപ്നവും കണ്ടു. അത് കുറേക്കൂടി ഭീകരമായിരുന്നു. കടലാഴത്തിലേക്ക് എത്ര ഊളിയിട്ട് ചെന്നിട്ടും അവളെ കാണാനില്ല. പിന്നെയും അവൻ നീന്തി. വെള്ളത്തിനടിയിലും ശ്വാസമെടുക്കാനുള്ള അത്ഭുതസിദ്ധി സ്വപ്നത്തിൽ അവന് കിട്ടി. കടലിനടിത്തട്ടിൽ മത്സ്യകന്യകമാർ കാവൽ നിൽക്കുന്ന ചില്ലുകൊട്ടാരത്തിൽ അവൻ ആ മഞ്ഞ കുപ്പായക്കാരിയെ കണ്ടു. മത്സ്യകന്യകമാരുടെ ഓമനയായ ഒരു കൊച്ചു രാജകുമാരന് കളിക്കൂട്ടുകാരിയാക്കാൻ വേണ്ടി അവർ തട്ടിക്കൊണ്ടുവന്നതായിരുന്നു ആ കുട്ടിയെ. ശൗരിക്കുട്ടി ധൈര്യസമേതം ചെന്ന് കുട്ടിയെ ആവശ്യപ്പെട്ടു. അപ്പോൾ രാജകുമാരൻ വാളും പരിചയം എടുത്ത് യുദ്ധത്തിന് തയ്യാറായി. ശൗരിക്കുട്ടി അവളുടെ കൈ പിടിച്ചുകൊണ്ട് കടലിൻ്റെ അടിത്തട്ടിലൂടെ ഓടി. മത്സ്യകന്യകമാർ അമ്പും വില്ലും ഉപയോഗിച്ച് അവനെ വീഴ്ത്താൻ ശ്രമിച്ചു. ശൗരിക്കുട്ടി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി.
കടലിനടിയിലെ ഒരു വലിയ പാറക്കെട്ടിന് മുകളിലെത്തിയ ശേഷം അവൻ അവളെയും കൊണ്ട് മലമുകളിൽ നിന്ന് പക്ഷി പറക്കുന്നത് പോലെ കടലിലൂടെ നീന്തി അവൻ അവളെ കരയ്ക്കെത്തിച്ചു. കരയിൽ കാത്തുനിന്ന പുരുഷാരം മുഴുവൻ ഓടിയെത്തി. കുട്ടിയെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി അവളെ പിടിച്ചിരുന്ന തൻ്റെ വലതു കൈയിലേക്ക് അവൻ നോക്കി. ഏതാണ്ട് 15 കിലോ ഭാരം വരുന്ന വലിയൊരു മീനായിരുന്നു അവൻ്റെ കയ്യിൽ. ജനക്കൂട്ടം അവൻ്റെ നേർക്ക് കൈ ചൂണ്ടി ആക്രോശിച്ചു. നാണക്കേടുകൊണ്ട് ശൗരിയുടെ തല താണുപോയി. ഇതിനു വേണ്ടിയാണോ താൻ 7 കടലുകൾ താണ്ടി കടലിനടുത്തട്ടിലെ മത്സ്യകന്യകയുടെ കൊട്ടാരത്തിലെത്തിയത്? ഈ മീനിനെ പിടിക്കാൻ. ആൾക്കൂട്ടം അവനെ കൂക്കി വിളിച്ചു. ഉറക്കം ഞെട്ടിയ ശൗരിക്കുട്ടി പകച്ച് ചുറ്റിലും നോക്കി. അമ്മ അരികെയില്ല. വാതിൽ തുറന്നു കിടക്കുന്നു. മുറ്റത്തു വെയിൽ നാളങ്ങൾ. എണീക്കാൻ ശ്രമിച്ചപ്പോൾ ദേഹനൊമ്പരം. കണ്ണ് ചുട്ടു നീർന്നതുപോലെ. കുഞ്ഞന്നെ അവൻ്റെ അരികെ വന്ന് നെറ്റിയിലും കഴുത്തിലും കൈവച്ച് നോക്കി. എമിലി, ചെറിയൊരു പനിയുണ്ട്, കുഞ്ഞന്നെ വിളിച്ചു പറഞ്ഞു. എമിലി വെള്ളയ്ക്ക അരച്ച് ചന്ദനം പോലെയാക്കി കൊണ്ടുവന്ന് ശൗരിയുടെ നെറ്റിയിൽ പൊത്തിപ്പൊതിഞ്ഞു. രാത്രി മുഴുവൻ പിച്ചും പേയും പറച്ചിലായിരുന്നു. ചുട്ടുപൊള്ളുന്ന പനിയും. ഇപ്പം ഭേദമുണ്ട്, എമിലി കുഞ്ഞന്നയോട് പറഞ്ഞു. ഇപ്പോഴാണ് ശൗരിക്കുട്ടിക്ക് കാര്യം മനസ്സിലായത്. തനിക്ക് അസുഖമാണ്, ഇന്ന് സ്കൂളിൽ പോകണ്ട. ശൗരിക്കുട്ടി അവിടെ തന്നെ കിടന്നു. രാവിലെ പലരും ശൗരിക്കുട്ടിയെ കാണാൻ വന്നു. അയൽക്കാരെല്ലാം ഇന്നലെ തന്നെ വന്ന് ശൗരിയെ കണ്ടിട്ട് പോയി. ശൗരിയുടെ ധൈര്യത്തെ അവരെല്ലാം പുകഴ്ത്തി പറഞ്ഞു. രാവിലെ വന്നവർ അയൽക്കാരല്ലെങ്കിലും ചെല്ലിക്കടപ്പുറം നിവാസികൾ തന്നെയായിരുന്നു. ശൗരിക്കുട്ടി ചെയ്ത ധീരകൃത്യത്തിൻ്റെ വിവരം ഇതിനകം ചെല്ലിക്കടപ്പുറങ്ങളിലെത്തിക്കഴിഞ്ഞു. വൈകുന്നേരത്ത് ഒരു കാർ ചെല്ലിക്കടപ്പുറത്തേക്കുള്ള പാതയിൽ കൂടി വന്ന് റോഡിൻ്റെ അരികെ പാർക്ക് ചെയ്തു. കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി വഴിപോക്കനോട് എന്തോ ചോദിക്കുന്നതും അയാൾ തങ്ങളുടെ വീടിന് നേർക്ക് കൈ ചൂണ്ടി എന്തോ പറയുന്നതും എമിലി കണ്ടു. എമിലി വേഗം വീട്ടിനുള്ളിലേക്ക് കയറിപ്പോന്നു. തിണ്ണയിൽ നിന്നുകൊണ്ട് എമിലി റോഡിലേക്ക് നോക്കി. ഒരു കുടുംബം കാറിൽ നിന്ന് ഇറങ്ങുന്നത് അവൾ കണ്ടു. ഭാര്യയും ഭർത്താവും കുട്ടികളുമാണെന്ന് എമിലിക്ക് തോന്നി. അവർ തങ്ങളുടെ വീട്ടുമുറ്റത്തേക്കാണ് വരുന്നത്. എമിലി തിണ്ണയിൽ തന്നെ നിന്നു. വീട്ടുമുറ്റത്ത് എത്തിയ ശേഷം മുന്നിൽ വന്ന ആൾ എമിലിയോട് ചോദിച്ചു, ശൗരിക്കുട്ടിയുടെ വീടല്ലേ? പെട്ടെന്ന് എമിലിക്ക് ഒരു ചിന്താക്കുഴപ്പമുണ്ടായി. ആണെന്ന് പറയണോ അല്ലെന്ന് പറയണോ? രണ്ടും ശരിയാണ്. ശൗരിക്കുട്ടിയുടെ വീട് തന്നെ. എന്നാൽ ഈ വീട് ആഞ്ചലോസിൻ്റെയാണ്, കുഞ്ഞന്നയുടെയാണ്, വിൻസിയുടെയാണ്. തൻ്റെയും ഡെന്നിച്ചൻ്റെയും ജാനറ്റിൻ്റെയും വീടാണ്. പക്ഷേ ശൗരിക്കുട്ടിയുടെ വീടല്ല. ഞാൻ അറക്കിലെ ചാർലിയാ. എൻ്റെ മോള് കടലിൽ വീണപ്പോൾ ഇവിടുത്തെ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ എമിലിക്ക് എല്ലാം മനസ്സിലായി. ഞങ്ങൾ ശൗരിക്കുട്ടിയെ ഒന്ന് കാണാൻ വന്നതാ. അവൻ പനിച്ചു കിടക്കുക, വിളിക്കാം. എമിലി അകത്തു ചെന്ന് ശൗരിക്കുട്ടിയെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. മുറ്റത്ത് നിൽക്കുന്ന ആളുകളെ അവൻ തിരിച്ചറിഞ്ഞു. ഇന്നലെ താൻ കടപ്പുറത്ത് കണ്ട മനുഷ്യർ. ഇന്നലെ പന്തിനു പിറകെ കടലിൽ വീണ പെൺകുട്ടിയെ അവൻ അതിശയത്തോടെ നോക്കി. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവൾ കൗതുകത്തോടെ നോക്കി നിന്നു. ഇപ്പോഴാണ് ശൗരി അവളെ ശരിക്കു കണ്ടത്. അതിലും ചെറിയ ഒരു പെൺകുട്ടിയും അടുത്തു നിൽപ്പുണ്ട്. അവൾക്ക് 3 വയസ്സ് തോന്നിച്ചു. പിന്നെയുള്ളത് ഒരാൺകുട്ടിയാണ്. അവന് 8-10 വയസ്സുണ്ടാകും എന്ന് ശൗരിക്കുട്ടിക്ക് തോന്നി. ഇങ്ങോട്ട് കയറിയിരിക്കുക. എമിലി പഴയ ബെഞ്ച് അകത്തുനിന്ന് എടുത്ത് തിണ്ണയിലിട്ടിട്ട് ക്ഷണിച്ചു. വേണ്ട, ഇരിക്കുന്നില്ല, ചാർലി പറഞ്ഞു. ചാർലിയുടെ ഭാര്യ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അവർ തിണ്ണയിലേക്ക് കയറി വന്നു. എന്നിട്ട് എമിലിയോട് പറഞ്ഞു, എല്ലാം അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ഞാനൊന്നും പറയണ്ടല്ലോ. മോളെ തിരിച്ചു കിട്ടിയപ്പോൾ ഞങ്ങൾ ഉടനെ അവളെ കാറിലെടുത്തോണ്ട് ആശുപത്രിക്കാ പോയേ. നിങ്ങളുടെ മോനല്ലേ ഇത്? അതെ. എമിലി ശൗരിയെ ചേർത്ത് പിടിച്ചു. ഇന്നലെ ഞങ്ങൾക്ക് ഒരു നന്ദിവാക്ക് പോലും പറയാൻ പറ്റിയില്ല. മോനെ ശരിക്കു കണ്ടതുപോലുമില്ല. അവനും മോളെ കണ്ടതായിട്ട് ഒരു ഓർമ്മയുമില്ല. കടലിൽ ചാടി പിടിച്ച് കരയ്ക്ക് കൊണ്ടുവന്നു എന്നല്ലാതെ. ഉള്ള സത്യം പറയാമല്ലോ, ഈ കൊച്ച് അന്നേരം കടലിൽ ചാടി രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ മോള് ഇപ്പം ജീവനോടെയില്ല. ആ സ്ത്രീയുടെ കണ്ടമിടറി. കണ്ണുകളിൽ നനവ് പടർന്നു. വേറെ ആരും ചെയ്യത്തില്ല. കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കടപ്പുറത്ത്. ആർക്കും അതിനുള്ള ധൈര്യമില്ലായിരുന്നു. ആ കുഞ്ഞിന് ആയുസുണ്ടെന്ന് വിചാരിച്ചാൽ മതി, അല്ലാണ്ടെന്താ? എമിലി അതിനെ നിസ്സാരവൽക്കരിച്ചു. മോളിങ്ങു വന്നേ, ഇങ്ങു വാ. മുറ്റത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ ചാർലിയുടെ ഭാര്യ കൈകാട്ടി വിളിച്ചു. മടിച്ചു നിന്ന അവളെ ചാർലി മെല്ലെ തള്ളിവിട്ടു. ചെല്ലുമോളെ. പുറകെ ചാർലിയും ചെന്നു. ഇവളെയാ നീ രക്ഷിച്ചത്, ചാർലിയുടെ ഭാര്യ പുഞ്ചിരിയോടെ ശൗരിക്കുട്ടിയോട് പറഞ്ഞു. അവളുടെ ചുമലിൽ പിടിച്ച് അവൻ്റെ മുന്നിലേക്ക് നീക്കി നിർത്തി. ശൗരിക്കുട്ടി അവളെ അടിമുടി നോക്കി. ധാരാളം കൺപീലികളും വലിയ പാവക്കുട്ടിയുടെ മാതിരി നീലം കലർന്ന കണ്ണുകളും വെളുത്തു തുടുത്ത മുഖവുമുള്ള കുട്ടി.
മോളെ, ഇതാണ് നിന്നെ കടലിൽ നിന്ന് പിടിച്ചെടുത്ത് തിരികെ കൊണ്ടുവന്ന ശൗരിക്കുട്ടി. അവൾ അവനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവനാണോ എന്ന മട്ടിലാണ് നോട്ടം. എന്നാ പേര്? ശൗരിക്കുട്ടി ചോദിച്ചു. അവൾ മിണ്ടുന്നില്ല. സോണിയ റോസ്, ചാർലിയുടെ ഭാര്യ പറഞ്ഞു. UKGയിലായിട്ടേ ഉള്ളൂ. നാണക്കാരിയാ. അതാ പേര് ചോദിച്ചിട്ട് മിണ്ടാത്തെ. സോണിയ റോസ് അവളുടെ അമ്മയെ നോക്കി. ശകാരിക്കുന്ന നോട്ടം. ശൗരിക്കുട്ടി പഠിക്കണില്ലേ? ചാർലി ചോദിച്ചു. ഉണ്ട്, 4ലാ, ശൗരി പറഞ്ഞു. ചാർലി ഒരു ചെറിയ ഡബ്ബി എടുത്ത് ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് കൊടുത്തേക്കാൻ കണ്ണു കാണിച്ചു. ചാർലിയുടെ ഭാര്യ റോസ്മേരി ആ ചെറിയ ഡബ്ബി എമിലിയുടെ നേർക്ക് നീട്ടി. ഒരു ചെറിയ സമ്മാനമാ. നന്ദി പറഞ്ഞാൽ മാത്രം പോരല്ലോ. അയ്യോ, ഇതൊന്നും വേണ്ട. ഞങ്ങളുടെ സന്തോഷത്തിന് തരുന്നതാ. എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ചതല്ലേ. ഇവന് ഞങ്ങളൊരു സമ്മാനം കൊടുത്തില്ലെങ്കിൽ പിന്നെന്താ ഒരു പ്രോത്സാഹനം? ചാർലി പറഞ്ഞു. വേണ്ടെന്നേ, അവൻ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ച് ചെയ്തതല്ലല്ലോ. ഒരു കുറച്ചിലും വിചാരിക്കണ്ട. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ്റെ വില വെച്ച് നോക്കിയാൽ ഇതൊരു കടുകുമണിയുടെ അത്രം പോലുമില്ല. ഇതങ്ങോട്ട് വാങ്ങിക്കുക. ഇല്ലില്ല, ഞങ്ങളാരും വാങ്ങില്ല. എമിലി ദൃഢമനസ്സോടെ നിരസിച്ചു. റോസ്മേരി ഗത്യന്തരമില്ലാതെ ഡെപ്പി തുറന്ന് അതിൽ നിന്ന് ഒരു സ്വർണ്ണമാല എടുത്തു. അത് സോണിയ റോസിൻ്റെ കയ്യിൽ കൊടുത്തു. മോളെ, അത് ശൗരിക്കുട്ടിക്ക് കൊട്. മോളുടെ കൈകൊണ്ട് കൊടുത്താൽ വാങ്ങും. സോണിയ റോസ് ആ മാല അവൻ്റെ നേർക്ക് നീട്ടി. അവൻ വേണ്ടെന്ന് തലയാട്ടി. അമ്മയേക്കാൾ വലിയ അഭിമാനിയാണോ മകൻ? ചാർലി ചോദിച്ചു. കുഞ്ഞുങ്ങൾ തരുന്ന സമ്മാനം വേണ്ടെന്ന് പറയരുത്. അതവർക്ക് വലിയ നാണക്കേടാ. ശരിയാ, റോസ്മേരി അത് ശരിവെച്ചു. വാങ്ങാൻ മടിയാണെങ്കിൽ മോളെ, നീ അത് ശൗരിക്കുട്ടിയുടെ കഴുത്തിലിട്ട് കൊടുത്തേക്ക്. സോണിയ റോസ് ഒട്ടും മടിക്കാതെ ആ മാല വിടർത്തി കയ്യെത്തിച്ചുയർത്തി അവൻ്റെ തലവഴി കഴുത്തിലിട്ടു. കുതിരാൻ ഭാവിച്ച് ശൗരി അമ്മയെ നോക്കി. എമിലിയുടെ മുഖത്ത് അനുകൂല ഭാവം കണ്ടതിനാൽ അവൻ അനങ്ങാതെ നിന്നു. മാലയുടെ ഒരു ഭാഗം ചെവിയിൽ കുരുങ്ങിയതിനാൽ കുറച്ചു ഭാഗം മാത്രമേ കഴുത്തിൽ വീണുള്ളൂ. കൈയടിക്കുന്ന ശബ്ദം കേട്ട് അവരെല്ലാം മുഖം തിരിച്ചു നോക്കിയപ്പോൾ മുറ്റത്തരികിൽ അയൽക്കാരിൽ ചിലർ വന്ന് നിൽക്കുന്നത് കണ്ടു. ശൗരിക്കുട്ടിക്ക് സമ്മാനം കിട്ടിയത് കണ്ടിട്ട് അവരാണ് കൈയടിച്ചത്. ഇനി ഞങ്ങൾ പോട്ടെ. നിങ്ങളുടെ മോൻ ചെയ്ത ഈ പുണ്യം ഞങ്ങൾ മരിക്കുന്നിടത്തോളം കാലം മറക്കത്തില്ല കേട്ടോ. വീണ്ടും നന്ദി പറഞ്ഞ് റോസ്മേരിയും ചാർലിയും തിണ്ണയിൽ നിന്നും മുറ്റത്തേക്കിറങ്ങി. സോണിയ റോസിനെ കാണാൻ അയൽക്കാർ അവരുടെ ചുറ്റും കൂടി. എല്ലാവരോടും നന്ദി പറഞ്ഞ് അവർ കാറിൽ കയറി യാത്രയായി. ശൗരിക്കുട്ടി ചെവിയിൽ കുരുങ്ങിക്കിടന്ന മാല ശരിക്കും കഴുത്തിലിട്ട് സ്വയം ഒന്ന് നോക്കി. എന്നിട്ട് എമിലിയുടെ നേർക്ക് നോട്ടം മാറ്റി. എമിലി കണ്ണും മനസ്സും നിറഞ്ഞ് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ശൗരിക്കുട്ടിയെ, നിന്റെ കല്യാണം കഴിഞ്ഞാ? മുറ്റത്തേക്ക് വന്ന് നിന്നുകൊണ്ട് അയൽക്കാരി മറിയമ്മ ചോദിച്ചു. ഒരു സുന്ദരി പെങ്കൊച്ച് നിന്റെ കഴുത്തമ്മേ മാലയിടുന്നത് കണ്ടല്ലോ. ആ നിമിഷം ശൗരിക്കുട്ടി നാണക്കേടുകൊണ്ട് ചൂളിപ്പോയി. അടുത്ത ഭാഗം നാളെ.